എന്തായാലും നൈസ് സെറ്റപ്പ് അല്ലേ? അല്ല എന്താ അതിന്റെ അവസ്ഥ? അത് റെക്കോർഡിലിട്ടോ നമുക്കിങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, അത് മൈൻഡ് ചെയ്യണ്ട അല്ലേ? അത് എന്തിനാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാലും മതിയല്ലോ. അങ്ങനെ എന്താ അവസ്ഥ ആഫ്റ്റർ 1 year അല്ലേ? യെസ്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു തിരിച്ചു പോയിട്ട് നേരെ ഫ്ലൈറ്റിൽ തന്നെ ലൈക്ക് അതെ, എനിക്ക് ജോലി അയക്കുന്ന നേരെ ഇറങ്ങുക ചെയ്ത്. ഞാൻ നല്ല എക്സ്പെക്ടേഷനിലൂടെ പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് വലിയ ഫ്ലൈറ്റ്സ് ഒന്നും കിട്ടിയില്ല. 3 flights കിട്ടിയുള്ളൂ. ആക്ച്വലി ഐ എം കൈൻഡ് ഓഫ് ട്രാപ്ഡ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഒരു ഗോളൻസ്ബർഗ് എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഗോളൻസ്ബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വില്ലേജ് ആണ്. നമ്മുടെ ബെർലിൻ്റെ അടുത്ത് ഒരു 60 കിലോമീറ്റർ അടുത്ത് വരുന്നൊരു വില്ലേജ് ആണ്. അപ്പൊ ഇവിടെയായിരുന്നു എൻ്റെ ഈ എയ്റോ ക്ലബ്ബ് നടന്നുകൊണ്ടിരുന്നത്. അതായത് അവിടെയാണ് ഈ ഫ്ലൈയിങ് ആക്ടിവിറ്റീസും ഒരു കേസൊക്കെ വന്നതൊക്കെ അവിടെയായിരുന്നു. അപ്പൊ അതിപ്പോ എന്താ വെച്ചാൽ വലിയ ആക്റ്റീവ് അല്ല. അവർക്കത് സെൽ ഓഫ് ചെയ്യണം. അയ്യോ, അവർ വിൽക്കുകയാണ്. കാരണം ജർമ്മനിയിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഓക്കെ, കാരണം ഓണേഴ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. എയർക്രാഫ്റ്റ് പൈലറ്റ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ഗാദറിങ്ങും ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല രസമായിട്ട് പോകുന്നൊരു സംഭവമാണ്. പക്ഷെ അതൊരു മണി മേക്കിംഗ് അല്ല. അങ്ങനെ മെയിൻ്റനൻസ് തന്നെ നന്നായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഒക്കെ കിട്ടാറുണ്ട്. ഒരു 3 years ബാക്ക് ഒക്കെ സ്റ്റുഡൻസ് ഒക്കെ വന്നിരുന്നു. ഞാൻ ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കാറൊക്കെ ഉണ്ട് ലൈസൻസിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് കുറച്ച് സബ്ജക്ട്സ് ഉണ്ടാവും, നാവിഗേഷൻ, ടെക്നോളജി. പിന്നെ എത്ര ഫീസ് ഒക്കെ വരും അവിടെ? അവിടെ ജർമ്മനി ഒരിക്കലും നല്ലൊരു ഐഡിയ അല്ല. കാരണം ജർമ്മനി പഠിക്കാൻ ഫീസ് കൂടുതലാണ്, ഫ്ലൈയിങ് നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ ജർമ്മൻസിന് അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ പുറത്തുനിന്ന് പോയി ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ബെസ്റ്റ് എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസിന്റെ ഇപ്പോൾ ഒരു സെൻട്രൽ ഏവിയേഷൻ അതോറിറ്റി ലൈസൻസ് കിട്ടിയാൽ മതി. അതിപ്പോ സെൻട്രൽ അതോറിറ്റി ഏവിയേഷൻ ലൈസൻസോ? CAA എന്ന് പറയും, സെൻട്രൽ ഏവിയേഷൻ അതോറിറ്റി. അത് കിട്ടി എത്ര അവേഴ്സ് ഫ്ലൈ? അത് അങ്ങനെയല്ല സംഭവം. നമ്മൾ ഇന്ത്യയിൽ DGCA ആണ് വരിക, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ബോർഡിന്റെ കീഴിലാണ് നമുക്ക് പൈലറ്റ് ലൈസൻസ് വരിക. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഫ്ലൈയിങ് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സാംസ് മാത്രം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ ഫ്ലൈയിങ്ങിന് മാത്രം പുറത്തേക്ക് പോവാം. ഈ ഫിലിപ്പൈൻസിൽ ഭയങ്കര ചീപ്പസ്റ്റ് ആണ്. പക്ഷെ ഫിലിപ്പൈൻസ് ലോഗ് ബുക്ക് ഇവിടെ അപ്രൂവലിന് കൊടുക്കുമ്പോൾ, നമ്മൾ DGCA കൊടുക്കുമ്പോൾ അവർ പല സമയത്തും റിജക്ട് ചെയ്യാറുണ്ട്, പല കാരണം പറഞ്ഞ്. കാരണം അവിടെ അത്ര ചീപ്പസ്റ്റ് ആയതുകൊണ്ട് അവരെങ്ങനെയും ഒരു ഫ്ലൈറ്റ് അവേഴ്സ് ലോഗ് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു ഒരു പ്രവണതയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്രയും കോമ്പറ്റീഷൻ ആയല്ലോ അവിടെ. അപ്പൊ അവിടുത്തെ ഒരു വാല്യൂ ഇല്ല പൊതുവെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അവിടെ മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്, അതോ കറക്റ്റ് അല്ലാന്നായിരിക്കും. കാരണം ക്യാഷ് കൊടുത്താൽ തന്നെ ലോഗ് ചെയ്ത് തരാന്നുള്ളൊരു ഓപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ടാവും. ചില റെപ്യൂട്ടഡ് ഇതിൽ പോയാലേ കിട്ടുന്നുണ്ടാവും. അതെ, ചിലവർക്ക് പെട്ടെന്ന് ഈ പൈലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. കാരണം അവർക്ക് നാട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ DGCA എക്സാംസ് എക്സ്പയർ ആയി പോകുന്നൊക്കെ പേടിച്ചിട്ട് ആൾക്കാർ ഇതിന് ഫോഴ്സ്ഡ് ആവും. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്താണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ വിധേയരാകുന്നത്. അതായത് നമുക്ക് ഇവിടെ എക്സാംസ് ഒക്കെ എഴുതുന്നിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യാം. അതെ, ഫ്ലൈറ്റ് അവേഴ്സ് പുറത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇന്ത്യയിലുള്ളതിനെക്കാട്ടി ചീപ്പാണ് കുറെ സ്ഥലത്ത് ചീപ്പാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇതിന് ഉപയോഗിക്കുന്ന ആവിഗ്യാസ് 100 LL എന്ന് പറയും, ലോ ലെഡ് ആയിട്ടുള്ള ഫ്യൂൽ, ഏവിയേഷൻ ഗ്യാസ്. ഇത് വരുന്നത് നമ്മുടെ ഈ UAE മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത് സ്റ്റോർ ചെയ്യാൻ ഒരേ ഒരു ഫെസിലിറ്റി ഉള്ളത് മുംബൈയിൽ നിന്നാണ് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എക്സ്പെൻസീവായി മാറി. അതുകൊണ്ട് നമുക്കിവിടെ സത്യം പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവായി ഒരു ഫ്ലൈയിങ് ഇപ്പോൾ ഒരു 1 hour ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 9,000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നിയർലി 20,000 ഒക്കെ ആയി. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവായി. അത് ഡബിൾ ട്രിപ്പിൾ ഒക്കെ ആയി. 1 hour അല്ലേ? 1 hour ഫ്ലൈ 200 കംപ്ലീറ്റ് ചെയ്യണം. അത് 200 കംപ്ലീറ്റ് ചെയ്ത് പ്ലസ് ഒരു മൾട്ടി എഞ്ചിൻ റേറ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ ബെറ്റർ. എന്നാൽ പിന്നെ നമുക്ക് ഫാദർ റേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ അത് മതി.
എവിടെ ശരിക്കും ചീപ്പായിട്ടുള്ള ഇതുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഫിലിപ്പൈൻസിലാണ്. പിന്നെ ആഫ്രിക്കയിലുണ്ട്, പക്ഷേ അത് അത്ര ചീപ്പല്ല. കാരണം അവര് ഇപ്പൊ ആഫ്രിക്കൻ ലൈസൻസ് ഒക്കെ നല്ല അപ്രൂവൽ കിട്ടി തുടങ്ങി, DGCA റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് അണ്ടർ സെൻട്രൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ആണ്. അപ്പൊ ഇത് കൺവേർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്റെ ലൈസൻസ് യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി അതോറിറ്റിയുടെ ആണ്. അപ്പൊ എന്റേതും എനിക്ക് അവിടേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഇതൊക്കെ ഓക്കെ. പക്ഷെ ഫിലിപ്പൈൻസിലെ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ അതോറിറ്റിയാണ്. അത് നമുക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ ഭയങ്കര, പിന്നെ അതോറിറ്റിയുടെ മാത്രമല്ല ഈ ഫ്ലൈയിങ് എക്സ്പീരിയൻസും. കാരണം ഇവർ ചിലപ്പോൾ ഫ്ലൈറ്റ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഫ്ലൈ ചെയ്യാൻ അറിയാൻ പോലും ഉണ്ടാവില്ല. കാരണം അവര് അവരുടെ അർജൻസി കാരണം പേ ചെയ്ത് ഫേക്ക് ലോഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പൈലറ്റ് ട്രെയിനിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ജോലി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറെ വരുന്നുണ്ടോ? കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൂടുതലാണ്. എല്ലാവരും എല്ലാ മേഖലയും ഒരു 100 പേര് ഒരു മേഖല ട്രൈ ചെയ്യാതെ ഉണ്ടാവില്ല. എല്ലാ മേഖലയും ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു ഡിഫറെന്റ് മേഖലയാണെങ്കിൽ പോലും ആരും ട്രൈ ആയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അത് ട്രൈ ചെയ്തതായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഫ്ലൈറ്റ് ക്ലബ്ബ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവായിരുന്നുള്ളത്. അപ്പോൾ ഓക്കെ, എനിക്കിത് മനസ്സിലായി. കാരണം ഓക്കെ, നമ്മുടെ ഈ ഒരു ജോബ് നഷ്ടപ്പെടാൻ പോവാന്നുള്ളതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ മാക്സിമം സ്ട്രഗിളിങ്ങിലേക്ക് പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് മാത്രമല്ല അവിടുത്തെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ അവരുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സെൽ ഓഫ് ചെയ്യണം, എയർക്രാഫ്റ്റ് സെൽ ഓഫ് ചെയ്യണം. അപ്പോൾ ബയേഴ്സിനെ കണ്ടെത്തി അർമേനിയ, ജോർജിയ, ഗ്രീസ് അങ്ങനത്തെ സ്ഥലത്ത് കണ്ടെത്തി. അപ്പൊ ഇനിയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഡായി കിടക്കുന്ന എയർക്രാഫ്റ്റ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉള്ള എയർക്രാഫ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക, അത് ഫിക്സ് ചെയ്ത് ഫ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് ജോലിയായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരു സംഭവമായിട്ട് തോന്നും. കാരണം ഭയങ്കര ഹാർഡ് വർക്കാണ്. അപ്പോൾ ഒരു ജോലിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൊലീഗ് പൈലറ്റ്സ് എല്ലാവരും കൂടെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു, ഓക്കെ എന്തായാലും ഈ ഒരു ജോബ് ഉണ്ടല്ലോ, നമുക്കിതൊരു പ്രൊജക്റ്റ് ആക്കി എടുക്കാം, നമുക്ക് കമ്പനിയോട് ഓഫർ ചെയ്യാം. ഓക്കെ, ഞങ്ങളിത് ഞങ്ങളുടെ പ്രൊജക്റ്റാണ്, ഓക്കെ ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു സംഭവത്തിലേക്ക് വന്നു. അല്ലെങ്കിൽ ഇത് വരില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവമില്ല. സത്യം പറഞ്ഞാൽ ഏതൊരാളും കമ്പനി പൂട്ടാൻ പോകുമെന്ന് പറയുമ്പോൾ അടുത്ത് ജോലി അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. കാരണം ഞാൻ ആക്ച്വലി ഐ വാസ് ഇൻ ലവ് വിത്ത് ദ പ്ലേസ്. കാരണം ഞാനൊരു ഇമാജിനേഷൻ, അതായത് ഞാനൊരു മാനിഫെസ്റ്റേഷൻ ചെയ്ത പോലെയൊക്കെ തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി. കാരണം വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ്സ്, ഓൺ ലാൻഡ്സ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫിക്സ് ചെയ്ത് ടെസ്റ്റ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം, ഇതൊക്കെ തന്നെ നമ്മുടെ ഡ്രീം. ആക്ച്വലി ഐ വാസ് കൈൻഡ് ഓഫ് ലിവിങ് ഇൻ മൈ ഡ്രീം. പക്ഷേ അത് കണ്ടിന്യൂ ആയില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്തൊരു ഓപ്ഷൻ. അപ്പോൾ ഈ പ്രൊജക്റ്റിന് നല്ല എമൗണ്ട് അവർ ഓഫർ ചെയ്തു. അത് മന്ത്ലി ഒന്നുമല്ല, അതൊരു പ്രൊജക്റ്റ് അനുസരിച്ചുള്ളൊരു എമൗണ്ട്. അത് ഫിനിഷ് ചെയ്ത് എത്ര ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഏറ്റെടുക്കാം, ഞങ്ങൾ ഭയങ്കര വില്ലിങ് ആണ്. കാരണം ഞങ്ങൾ എല്ലാവരും ഒരേ ഒരു വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാന്നുള്ള സംഭവം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞങ്ങളത് ചെയ്തു. അപ്പോൾ ഞാൻ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിക്കുകയാണ്, കാരണം ആക്ച്വലി എനിക്കിപ്പോൾ ഇത്രേ ഗെറ്റിംഗ് പെയ്ഡ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്ത് എന്നുള്ള സംഭവം. അപ്പോൾ ആക്ച്വലി ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കുറേ ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ലൈഫ് സ്റ്റൈലായിട്ട് സ്പെൻഡ് ആയിപ്പോയി. കാരണം നമ്മൾ അബ്രോഡിലെ ജീവിതം, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് പിന്നെ കുറേ കെയോസ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ല ലൈഫിൽ. അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സേവിങ്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്കൊന്ന് ഇതെന്തെങ്കിലും ചെയ്യണം. കാരണം എന്താണ് ഫിനാൻസ്, ഇതിനെക്കുറിച്ച് പഠിക്കണം. അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുത്തു. അപ്പം ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ അവരൊക്കെ പല കാര്യങ്ങൾ പറയും, പൈസ ഉണ്ടാക്കാൻ. അങ്ങനെ ഓക്കെ, ആക്ച്വലി ആ പ്രൊജക്ട് ആഫ്റ്റർ ആണ് കഴിഞ്ഞത്. കാരണം എനിക്ക് ആ ടൈം ഉണ്ടായിരുന്നു. കാരണം എവറി ഡേ ഫ്ലൈറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ആ സ്ഥലത്തേക്ക് ഫ്ലൈ ചെയ്ത് കൊടുത്തു. വൺ ഫ്ലൈറ്റ് ഇതുവരെ കഴിഞ്ഞുള്ളൂ. ആക്ച്വലി ജോർജിയക്കുള്ള ഫ്ലൈറ്റ് ജർമ്മനിയിൽ നിന്ന് ജോർജിയക്ക് ഫ്ലൈ ചെയ്ത് കൊണ്ടു കൊടുത്തു. ജർമ്മനിയിൽ ജോർജിയ ആ ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഷെയർ ചെയ്യുള്ളത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ഫ്ലൈറ്റ് നന്നാക്കിയിട്ട് ഒരു ഫ്ലൈറ്റ് ജോർജിയയിലുള്ള കസ്റ്റമർക്ക് എത്തിച്ചു കൊടുത്തു. സെസ്ന 172R എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് അതവിടെ ഏകദേശം ഈ എക്സോസ്റ്റ് ഒക്കെ ഇഷ്യൂ ആയിട്ട് ഡെഡായി കിടക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളതൊരു കംപ്ലീറ്റ് റീഅസംബിൾ ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രോളിക്കും കാര്യങ്ങളും എല്ലാം ഫില്ലപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ദിവസം ടെസ്റ്റ് ഫ്ലൈറ്റ് കൊടുത്തു. ഇത് അപ്രൂവ് ആയി കിട്ടി. അപ്പോൾ ഇത് ഓൾറെഡി ബയർ ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ജോർജിയയിൽ ബത്തൂമി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ എയർപോർട്ട് ഉണ്ട്. അവിടെ ബയർ ആയി അവർക്ക് ഇത് ഫ്യൂച്ചറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്ലൈറ്റ് ക്ലബും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലേക്ക് ടൂറിസം മുന്നേ കണ്ടിട്ട് നോക്കുകയാണ്. പക്ഷെ അത് വേറൊരു സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ടൈം കഴിഞ്ഞു. പക്ഷേ ബത്തൂമി പോലെ സ്ഥലത്തൊക്കെ ഒരു എയർക്രാഫ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. അതെ സ്കൈ ക്ലബ് എന്ന് പറയാ അവരുടെ ക്ലബിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് അതൊരു പുതുമയായിരിക്കാം. നേരെ മറിച്ച് ഇപ്പോൾ മലപ്പുറത്തൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു പുതുമയായിരിക്കില്ലേ. അതേപോലെ അവിടെ വരുന്നുണ്ട്. അതിപ്പോൾ ഒരു വലിയൊരു ബിസിനസ് കണ്ടിട്ടല്ല, പക്ഷെ അവർ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഈ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹംഗറിയിൽ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഹംഗറിയിൽ സ്റ്റോപ്പ് ചെയ്ത് അർമേനിയയിലേക്ക് വരുന്ന സമയത്ത് അർമേനിയ ഭയങ്കര എലിവേഷനുള്ള സ്ഥലമായിരുന്നു. 3000 feet ഫ്രം സീ ലെവൽ. അതാണ് എലിവേഷൻ വരുന്നത്. പിന്നെ അതിന് മേലെ ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നത്. അവിടുത്തെ ഒരു മറ്റേ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നോവി, സൂപ്പർ കൂൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അതായത് നമ്മൾ ചില ക്ലൗഡിനൊക്കെ ഇടിക്കും. അതായത് സൂപ്പർ കൂൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അപ്പൊ അങ്ങനെയൊക്കെ. പക്ഷെ വലിയൊരു സിംഗിൾ എഞ്ചിൻ അല്ലേ, അസാഡസ് ക്ലൗഡ് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ എപ്പോഴും ഒരു ഇതിലായിരുന്നു, ഒരു എന്താ പറയാ അഡ്രിനാലിനായിരുന്നു. എപ്പോഴും എന്ത് സംഭവിക്കാന്നുള്ള. രണ്ടുപേരാണ് രണ്ടുപേരിലുണ്ടാവുക. ഇത് 2 ഫ്ലൈറ്റ് ആയിട്ട് ഫോർമേഷൻ ആയിട്ടാ പോകുന്നുള്ളതാണ്. മറ്റേത് തിരിച്ചു വരാനോ? അല്ല, ഇത് 2 പേരും 2 ഫ്ലൈറ്റാണ് അവിടെ ബത്തൂമിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി വരുന്നത് ഫ്ലൈറ്റ് ബാക്കിയുണ്ട്. ഇനി 3 ഫ്ലൈറ്റും കൂടിയും ബാക്കിയുണ്ട്. ഫ്ലൈറ്റ് അത്ര വരുന്നില്ല. അത് നമ്മുടെ പഴയ പോഡ്കാസ്റ്റില് ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിന് ആക്ച്വലി ഇത്രയാണ് വരുന്നത്, അതിൽ സംശയമില്ല. 60,000. ഇപ്പൊ നിങ്ങളുടെ അടുത്തിപ്പോ 3 ഫ്ലൈറ്റ് ഉണ്ടല്ലോ. നിങ്ങളെ 3 ഫ്ലൈറ്റ് ഇപ്പൊ ഇവിടെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിന്? സെസ്ന 172R 2002 മോഡൽ സ്റ്റിൽ ഫ്ലൈസ്. ആ എയർക്രാഫ്റ്റിന് അവർ വാങ്ങിയ വില 68,000 ആണ്. 68,000 അത് അവരുടെ നെഗോഷിയേഷൻ. കാരണം നമുക്കതിൽ നമ്മുടെ ആ ബിസിനസ്സിൽ ഭാഗമാകേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ പ്രൊജക്ട് വേറെയാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ആ ഫ്ലൈറ്റിന് ഏകദേശം $68,000 ആണ് വന്നിരിക്കുക. കാരണം അത് അത്രയും കണ്ടീഷൻ ആയിട്ടുള്ള ഫ്ലൈറ്റ്. ഇനിയും തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 95 മോഡൽ ഒരു പൈപ്പർ സെനിക്കൊക്കെ വാങ്ങാൻ കഴിയും, ചിലപ്പോൾ $30,000. അത് ഇപ്പോഴും ജസ്റ്റ് ഓൺലൈനിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇങ്ങനെ യൂസ്ഡ് ഫ്ലൈറ്റ്സ് ഒക്കെ സെല് ചെയ്യണത് US-ല് ഇന്ത്യക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ല, ടാക്സും ഇതൊക്കെ വന്നിട്ട്. ഇന്ത്യയിലേക്ക് അങ്ങനെയല്ല. ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് ഏത് ഫ്ലൈറ്റും കൊണ്ടുവരുന്നത് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആദ്യം അതിനൊരു രജിസ്ട്രേഷൻ വാങ്ങണം. DGCA നമുക്കൊരു രജിസ്ട്രേഷൻ മേടിക്കണം. പിന്നെ ഇമ്പോർട്ട് കോസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മളായിട്ട് ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ് വരും. നമ്മളൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്യായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഇവിടെ പൂനെയിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഒരു എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, CTRL. അങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൊപ്പലർ എയർക്രാഫ്റ്റ് ആണ്. ആക്ച്വലി CTLS ഇറ്റ്സ് മൈ CTLS എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലായിരിക്കും. അങ്ങനെ കൂർത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഉണ്ടോ? അതെ, പ്രൊപ്പലർ ഫ്രണ്ടിൽ ഒരു പ്രൊപ്പലർ, ഒരു ഫാൻ പോലെ. CTRL അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ഫെയിലർ ഉണ്ടെങ്കിൽ അത് ഒരു കംപ്ലീറ്റ് എയർക്രാഫ്റ്റ്, എൻ്റെ എയർക്രാഫ്റ്റ് ഒരു പാരച്യൂട്ടിൽ ഇറങ്ങും. പിന്നെ മാത്രമല്ല അതിൽ പെട്രോളും യൂസ് ചെയ്യാന്നുള്ളതാണ്. അതെ, നമ്മൾ ഏവിയേഷൻ ഗ്യാസ് 100 ആണ് എക്സ്പെൻസീവ് സാധനം. അത് എപ്പോഴും കിട്ടത്തുമില്ല. അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്ന സമയത്ത്. അപ്പോൾ അതിന് ഇതായിട്ട് നമുക്ക് പെട്രോൾ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എയർഫീൽഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം. കാരണം എനിക്കൊരു നല്ല ഇൻട്രസ്റ്റ് ഉള്ള സാധനമായിരുന്നു. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഫ്ലൈ ചെയ്തു.
ഫ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ എയർ സ്പീഡ് വളരെ കുറവാണ്. അപ്പോൾ ആ ടർബുലൻസും ആ കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു സ്പീഡ് ഒന്നും ഗെയിൻ ചെയ്യാൻ പാടില്ല. ഒരു എന്താ പറയാ, ഒരു ക്ലൈംബിംഗ് ഒന്നും കിട്ടില്ല, റേറ്റ് ഓഫ് റഷ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത്ര, പക്ഷെ ഈ 172 അത്ര വലിയ ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് ഒന്നും അല്ല. അത് കിട്ടും, ഒരു 120 നോട്ട്സ് ഒക്കെ കിട്ടുന്നല്ലാതെ അത്രയൊന്നും കിട്ടില്ല. എന്നാലും ഒരു രസമാണ്. പക്ഷെ ഇത് വളരെ സ്ലോ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഡയമണ്ട് 40 ആ ഒരു എയർക്രാഫ്റ്റ് ആണ് പിന്നെ നല്ല അടിപൊളി, നല്ലൊരു. നല്ല റേറ്റ് വരുന്നുണ്ടോ? അതിന് 3 crores വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. കാരണം ഞാൻ ഇവിടെ ഒരു ഡോക്ടേഴ്സ് ഒരു ടീം ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ്. അവര് ഇതേപോലെ ഈ അയോപ്പയുടെ എയർക്രാഫ്റ്റ് ഓണേഴ്സ് ആൻഡ് പൈലറ്റ് അസോസിയേഷന്റെ ഭാഗമായിരുന്നു ഇവിടെ പൂനെയില്. അപ്പൊ അവരിതേപോലെ ഈ സാധനം വാങ്ങി ഷെയർ ഇട്ടിട്ട് അവർ കുറെ ശ്രമിച്ചു ഇങ്ങനെ വേൾഡ് ടൂർ നടത്താനൊക്കെ. പക്ഷെ കുറെയൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും അവർ ചെയ്തു എന്തൊക്കെയോ. അവര് അവിടെ ഇവിടെയൊക്കെ ഫ്ലൈ ചെയ്തു. ഇവർ ലാസ്റ്റ് ആയിട്ട് അവർ പോയത് സിംഗപ്പൂരിൽ പോയിട്ട് അവർ കുറെ ഫൈൻ കെട്ടേണ്ടി വന്നു. കാരണം എയർ സ്പേസിലേക്ക് അനധികൃതമായല്ല, സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഈ ആർട്ടിക്കിൾസ് കൊടുക്കാൻ ഫെയിൽ ആയി പോയിട്ടുണ്ടായിട്ടുള്ളൂ. കാരണം പുതിയ പൈലറ്റ്സ് അല്ലേ ഇവരിപ്പോ എയർലൈൻസിലൊന്നും വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. ഇവര് പെട്ടെന്ന് എയർലൈൻസ് നമ്മുടെ ഈ എയർ സ്പേസിലേക്ക് കയറുമ്പോൾ അതിന് കാണിക്കേണ്ട ബഹുമാനം കാണിച്ചില്ല എന്നുള്ള സംഭവമായിരിക്കും. ഇതൊന്നും വെക്കാൻ പറ്റില്ലല്ലേ? അതെ, സിംഗപ്പൂർ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. അതിപ്പോ ദുബായ് പോലൊക്കെ തന്നെ നല്ല സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര ടൈറ്റ് ട്രാഫിക് ആണല്ലേ എയറില്. ടൈറ്റ് ട്രാഫിക്കിന്റെ വൺ കേസ്. പിന്നെ ഗവൺമെന്റ് സോ സ്ട്രിക്റ്റ് ആകുമ്പോൾ അവർക്ക് എന്തും അവരുടെ ഒരു പോളിസി അവർക്ക് ഇറക്കാം. അപ്പോൾ അത് അവിടെ അവർക്ക് നല്ല പണി കിട്ടി. അങ്ങനെ അവർ കുറച്ച് കാലം അവർ ഫ്ലൈങ് സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ആ എയർക്രാഫ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം അവർ ഒരു പ്രാവശ്യം അവർ തന്നെ ഫ്ലൈ ചെയ്യാൻ. നല്ല പൈസ എയർക്രാഫ്റ്റ് വാങ്ങാൻ ആക്ച്വലി സെസ്ന ആക്ച്വലി ഞാൻ പഠിച്ചതും ഫ്ലൈ ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ സെസ്നയായിട്ടാണ്. അപ്പോൾ സെസ്ന 172 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണ്. അത് എനിക്ക് മാത്രം ആവില്ല. അത് ഇപ്പം നിങ്ങൾ ഫ്ലൈറ്റ് മൂവി കാണുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മൂവിയിൽ അതിൽ ആ ഹീറോയ്ക്ക് അവർക്ക് അതൊരു റിയൽ സ്റ്റോറി ആണല്ലോ. അപ്പോൾ അതിൽ അവർക്ക് ഇതേപോലെ റിയൽ ലൈഫിൽ ഒരു ഫീൽഡും സെസ്ന 172 ഉണ്ടായിരുന്നുള്ളത് അതിൽ കാണിക്കണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ അവരൊരു നല്ലൊരു ബെസ്റ്റ് പൈലറ്റ് ആയിരുന്നു. കാരണം ആ ഒരു എമർജൻസി ലാൻഡിങ് അവര് നല്ല ഇൻവേർട്ടഡ് ആയിട്ട് ചെയ്യുന്ന സംഭവം. കത്രീന മാസ്കസ് ഡിഡ്ന്റ് ഡ്രിങ്ക് ദ വോഡ്ക ബിക്കോസ് ഐ ഡ്രാങ്ക് ദ വോഡ്ക എന്ന് പറഞ്ഞിട്ട് ചെയ്യല്ലേ ആക്ച്വലി ആ ഫ്ലൈറ്റ് അത് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ആക്ച്വലി അങ്ങനെയല്ല, അത് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞ എന്റെ ഇൻസിഡന്റ് ഉണ്ട്, അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സംഭവം. കാരണം ഹൈഡ്രോളിക് സ്റ്റെക്ക് ആയില്ലേ. കാരണം ഇയാള് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോളിക് അതായത് സ്റ്റെക്കായി. അപ്പോൾ സ്റ്റെക്ക് ആകുമ്പോൾ നമ്മൾ ഈ എയർക്രാഫ്റ്റ് ഡിപ്പ് ചെയ്തോണ്ടിരിക്കും. ഈ ഡിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രഷറും ഓയിൽ പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ മാത്രമല്ല ലാൻഡിങ് ഗിയർ സ്റ്റെക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഒരു ആറ്റിറ്റ്യൂഡിലേ പോകാൻ പറ്റുള്ളൂ. ആ പോകുന്ന സമയത്ത് എന്തായാലും ഇപ്പം ഇടിക്കാനായ സമയത്ത് ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഇൻവേർട്ട് ചെയ്യുക. പക്ഷെ അത് ടെക്നിക്കലി കംപ്ലീറ്റ്ലി പോസിബിൾ അല്ല. അവരത് ഇൻവേർട്ട് ചെയ്ത് നേരെ ക്രൂസ് ചെയ്ത് എന്താ വി ക്യാൻ മേക്ക് ഇറ്റ് 5 nautical mile, വീൽ മേക്ക് ഇറ്റ് ടു എംപ്റ്റി ഫീൽഡ് ഓർ സംതിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ലാൻഡ് ചെയ്യാണല്ലോ. അതങ്ങനെ, കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫ്യൂൽ ഡംപ് ചെയ്തു, എല്ലാം ഡംപ് ചെയ്തു, ഇനി ഫ്ലൈ ചെയ്യാൻ ഒരു വഴിയില്ല. അത് അങ്ങനെ ലാൻഡ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഒരു സിമുലേഷൻ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറേ പേര് സിമുലേഷൻ ചെയ്തിട്ട് ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയെ രക്ഷിക്കാൻ നോക്കിയിട്ട് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കാരണം ഈ സിനിമയിൽ, അതായത് ഈ റിയൽ സ്റ്റോറി ചെയ്ത ഹീറോ ചെയ്തായിരുന്നു എക്സാക്ട് 1 എന്നാണെന്നാണ് അവർ പറയുന്നത്. അതെ. പക്ഷേ അയാൾ ജയിലിലായി. അതിൽ ജയിലാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് നല്ല ആൽക്കഹോൾ അഡിക്റ്റും ഇങ്ങനെ കൊക്കൈൻ യൂസറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങോട്ട് അവർ ഹിയറിങ്ങിലൊക്കെ വെക്കുമ്പോൾ അവസാനം ഈ കുറെ ഹിയറിംഗ് വിളിച്ച് ഇയാൾക്ക് അവസാനം മതിയാവും. പിന്നെ അവർക്കൊരു സാൽവേഷനൊക്കെ വരും. പിന്നെ അയാൾ തുറന്ന് വിളിച്ച് പറയും, ഐ ആം ആൻ ആൽക്കഹോളിക്, ഐ ഡ്രങ്ക് നൗ, അങ്ങനെ പറയും ആ ക്ലൈമാക്സില്. പക്ഷെ അതൊക്കെ ഞാൻ സിനിമയിൽ ഇതാക്കി പറയല്ല, അതൊരു റിയൽ സ്റ്റോറിയാണ്. കാരണം അതിന്റെ ഒരു ബുക്കും ഇറങ്ങിയിട്ടുണ്ട്, ഇത് ഫ്ലൈറ്റ് എന്നുള്ള ബുക്കും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു റിയൽ സ്റ്റോറിയാണ് നടന്ന സംഭവം. ഒരു പൈലറ്റായിട്ട് ആ പടം കാണുമ്പോൾ ഭയങ്കര വികാരപരമായിട്ട്
അല്ല എനിക്ക് അറിയാം. ഇല്ല, കാരണം അതൊരു എയർലൈൻ ലൈഫാണല്ലോ. എനിക്ക് ഒരിക്കലും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അത് കൊമേഴ്ഷ്യൽ സംഭവങ്ങളാണ്. പക്ഷെ എനിക്ക് ക്യാച്ച് ആയ ഒരു പടമുണ്ട്, അമേരിക്കൻ പൈലറ്റ്സ്, ടോം ക്രൂസ് ഒക്കെ ഉള്ള. അവന്റെ സംഭവം ഉണ്ടല്ലോ, അവൻ ആക്ച്വലി ഒരു റെഗുലർ ജോബ് ഉണ്ടായിരുന്നു എയർലൈനിൽ. ഒരു റെഗുലർ ജോബ് ഉണ്ടായിട്ട് പോലും അവന് പുറത്തുനിന്ന് ഓഫേഴ്സ് വരികയാണ്, ഇങ്ങനെ ചിലപ്പോൾ സ്മഗ്ലിങ് അത് ഇത്, നമ്മുടെ കൊളംബിയന്ന് കൊക്കൈൻസ് ഇറക്കുക, ഇങ്ങനത്തെ പരിപാടി. അവിടെ ശരിക്കും ഈ സ്കില്ലിന് ശരിക്കും അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലേ അവിടെ. ബ്ലാക്ക് മാർക്കറ്റിൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. സോറി, ഞാൻ ഡ്രഗ് മാഫിയ ആയിരുന്നില്ല, പക്ഷെ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അപ്രൂവൽസ് കിട്ടാതെ ഫ്ലൈയിങ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പ്രശ്നം ലൈസൻസ് റിവോക്ക് ഒക്കെ ചെയ്യും. ഇല്ല, അത് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ കടന്നു വന്നുകൊണ്ടാണ് ഞാൻ അത് തുറന്ന് പറയുന്നത്. കാരണം അങ്ങനെ വരാം. കാരണം എന്താ വെച്ചാൽ യൂറോപ്പിലെ എയർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കൺട്രോൾഡ് അല്ല. ഇപ്പം അപ്പോൾ പറയുമ്പോൾ ഈ യൂറോപ്പിലെ എയർ സ്പേസിലുള്ള ആൾക്കാരൊക്കെ വന്ന് എന്നെ അടിക്കും. അല്ല, എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ എയർ സ്പേസ് ആണ് ഒന്നും കൂടി കൺട്രോൾ ആയിട്ടുള്ളത്. ഇന്ത്യയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോൺ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പറത്തി കഴിഞ്ഞാലും പിടിക്കും, ദുബായിലും പിടിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നല്ല റഡാർ സിസ്റ്റം, കാത്രി, ILS അപ്രോച്ച് പോലുള്ള ന്യൂ ഫെസിലിറ്റി ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അവിടെ യൂറോപ്പിൽ പല എയർപോർട്ടിലും അങ്ങനെ ഫെസിലിറ്റി ഇല്ലാത്ത എയർപോർട്ടുകളുണ്ട്. കാരണം ഫെസിലിറ്റീസ് കൂടുതൽ ഈ സൈഡിലേക്കാണ് വരുന്നത്. മിഡിൽ ഈസ്റ്റിലാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ ഇവിടേക്ക് വരുന്നുണ്ട്. കാരണം യൂറോപ്പിൽ അങ്ങനെ ഉണ്ട്, അവൈലബിൾ എല്ലായിടത്തും എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടെന്നല്ലാതെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ആദ്യം വരുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ നീ വാങ്ങല്ലേ? സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ കുറെ കിട്ടാണ്ടോ? സെക്കൻഡ് കുറെ കിട്ടാണ്ടേ. ഇവിടെയൊക്കെ ശരിക്കും ടൂറിസം എന്നൊക്കെ പറയുമ്പോ ഇത് ശരിക്കും ഇപ്പൊ ഈ മറ്റേ ഇതൊക്കെ കണ്ടില്ലേ, ആ മറ്റേ ഫ്ലൈറ്റില്ലേ, ഒരു ആംഫീബിയസ് ഫ്ലൈറ്റ് ഇല്ലേ, ഈ കടലിൽ പോയി ഇറങ്ങുന്ന. ഓക്കെ, ആ കണ്ടിട്ടില്ലേ, കടലിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങും ഒരു ഫ്ലൈറ്റ്. അത് ഭയങ്കര രസമുള്ള സാധനമല്ല ശരിക്കും. ഭയങ്കര പോസിബിലിറ്റീസ് അല്ലേ. സീ പ്ലെയിൻസ് അത് ലക്ഷദ്വീപിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ അത്ര സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നു. കാരണം സ്പെൻഡിങ് പവർ വേണമല്ലേ. സ്പെൻഡിങ് പവർ ഒന്നാമത് നമ്മുടെ ലാൻഡ് സ്ട്രക്ചർ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു മൺസൂൺ കിട്ടുന്നൊരു പ്രദേശമായതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥ എപ്പോഴും സ്റ്റേബിൾ അല്ല. മനസ്സിലായില്ലേ? ചിലപ്പോൾ നല്ല ഹീറ്റ് ആയിരിക്കും, ചിലപ്പോൾ നല്ല ടർബുലന്റ് എയർ ആയിരിക്കും, നല്ല ക്ലൗഡി ആയിരിക്കും. അല്ല, ക്ലൗഡി ആയിരിക്കും എന്നുള്ളതല്ല, നമ്മുടെ ഈ ഒരു കോസ്റ്റൽ ലൈൻ അടുത്ത് വരുമ്പോൾ നമുക്ക് ഈ ഹൈ ടൈഡ് വരുന്നുണ്ടല്ലോ. ഈ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് തോന്നുന്നു. കാരണം ഹൈ ടൈഡ്സ് വരുമ്പോൾ നമുക്ക് വലിയ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സീ ബ്രീസ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് എയർപോർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഈ സീ ബ്രീസും ലാൻഡ് ബ്രീസും അടിച്ചിട്ട് നമുക്ക് ഈ വിൻഡ് ഡയറക്ഷൻ, വിൻഡ് സ്പീഡൊക്കെ ഭയങ്കര ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുക എമർജൻസി ഉണ്ടാവാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. റിസ്ക് കൂടുതലാണ്. പക്ഷേ അത് ഒരു അപകടമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പൈലറ്റ്സ് അതിന് ട്രെയിൻഡ് ആണെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ട്രെയിനിങ്ങിൽ പഠിക്കണത് ഇതൊക്കെ തന്നെയാണ്, ഇതിനേക്ക് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ കാരണം ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം പിന്നെ ഞാൻ ഇഷ്യൂ മനസ്സിലാക്കിയത് ഇപ്പോൾ അർമേനിയയിൽ ഞാൻ ലാൻഡ് ചെയ്യുന്ന സമയം, അതായത് അർമേനിയൻ ബോർഡറിലൂടെ ബത്തൂമിയിലേക്ക് എത്തുമ്പോൾ ആ ഒരു വെതർ ചേഞ്ച് അതെനിക്ക് ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ പ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ് അല്ല. കാരണം പുറത്തുള്ള ആ തണുപ്പുണ്ടല്ലോ, ആ തണുപ്പുള്ളിലേക്ക് അടിക്കും. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിരുന്നു, എന്നാൽ പോലും ഞങ്ങൾ ബാക്കിലുള്ള ബാഗിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ സാധനങ്ങൾ എടുത്ത് ഒന്നും കൂടി പതിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഫ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ -10 എബോ ഒക്കെ പോകുന്നുണ്ട്. കാരണം മൗണ്ടൻ റീജിയൻ ആണ് ബത്തൂമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെയൊക്കെ ഞാൻ അവിടെ കുറച്ച് ലോക്കായിട്ടുണ്ട്, ഇങ്ങനെ ഐസൊലേഷനിലായ പോലെ ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണ് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് സീ അതൊക്കെ വരുന്നുണ്ട്. അതെ അതൊരു ഡിഫറെന്റ് വേൾഡ് ആണ് ആക്ച്വലി. ഞാൻ ആയിക്കോട്ടെ റോഡ് ട്രിപ്പ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. റോഡ് ട്രിപ്പ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും റോഡിലൊക്കെ ഒന്ന് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ വിന്ററിലൊക്കെ മഞ്ഞ് പെയ്ത് മൂടിയിട്ടുണ്ടാവും എല്ലാ സ്ഥലങ്ങളും. റോഡൊക്കെ ബെയർലി ക്ലീൻ ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ചില ആൾക്കാരൊക്കെ ഈ മഞ്ഞ് കാരണം യാത്രകൾ നിർത്തും അന്നത്തേക്ക്. പക്ഷെ എനിക്കത് പറ്റില്ല. ചില സമയത്തൊക്കെ എനിക്ക് റിസ്ക് കെയോസ് എടുക്കേണ്ടി വരും. കാരണം എനിക്ക് എത്ര സ്ഥലത്ത് എത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ബത്തൂമി
ഈ ജോർജിയൻ ബോർഡർ ഉണ്ടല്ലോ, അർമേനിയൻ ജോർജിയൻ ബോർഡർ ക്രോസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് പ്രാവശ്യം. അപ്പൊ അങ്ങനെ അതാണ് കാരണം ഭയങ്കര അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമല്ലേ ശരിക്കും പറഞ്ഞാല് ജോർജിയ അർമേനിയ? ജോർജിയ അസർബൈജാനാണോ ശരിക്കും? ഇത് കസ്കസ് റീജിയൻ എന്നാ പറയാ. ഇതില് പ്രശ്നം ഇതാണ്, പ്രശ്നം നമ്മുടെ അസർബൈജാനും അർമേനിയയും തമ്മിൽ ഭയങ്കര അടിയാ. അവര് ഈ ഒരു ബോർഡർ ക്രോസിംഗിന്റെ ഒരു ഇഷ്യൂ നടക്കണ്ട. പിന്നെ അസർബൈജാനിയൻസ് ഇവര് തമ്മിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. ഇനി ഭാവിയിൽ ഇവരൊരു കോൺഫ്ലിക്ട് ഉണ്ടായി കഴിഞ്ഞാൽ തുർക്കി ഇവരെ സപ്പോർട്ട് ചെയ്യും. കാരണം ഇവർ അർമേനിയൻ കാരണം ഈ അർമേനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻഷ്യൻ വെരി ഓൾഡ് ക്രിസ്ത്യൻ പീപ്പിൾ ആണ്. അതായത് അവിടെ അവർ പറയുന്നത് ഏറ്റവും ആദ്യത്തെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് അവര് അവകാശപ്പെടുന്നതാണല്ലേ? അവർ അവകാശപ്പെടുന്ന അത് അംഗീകരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവിടെ ഫുൾ ക്രിസ്ത്യൻസ് ആണ്. അപ്പോ അവിടെ അങ്ങനെ ഒരു ഇത് നിലനിൽക്കുന്നു. കാരണം അവർക്കൊരു തുർക്കിയോടൊരു ചായവുണ്ട്. കാരണം അവർ മസ്ലിംസ് ഉണ്ട് അവിടെയും തുർക്കിയിലൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇനി ഭാവിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവര് തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. പൊട്ടുന്നൊക്കെയാണല്ലോ അവിടെ. ഇടയ്ക്ക് പൊട്ടുന്ന കാണാം. കാരണം ഇതിനിടയ്ക്ക് ഒന്ന് പൊട്ടിയിരുന്നു. കാരണം എനിക്ക് അവിടെ ബത്തൂമിലൊക്കെ വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചില റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുമ്പോൾ ചില കുട്ടികൾക്ക് പണിയെടുക്കുന്നത് അവര് ഈ അസർബൈജാനിയൻ ബോർഡറിലുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ഫാദേഴ്സ് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് അവൻ്റെ ഫാദറൊക്കെ മരിച്ചു പോയിട്ട് അല്ലെങ്കിൽ ഫാമിലി ഇല്ലാതായിട്ടൊക്കെ അങ്ങനെയൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. കാരണം നമ്മളറിയാത്ത കുറേ ഇഷ്യൂസ് പുറത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ വേറെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോർജിയ യൂറോപ്യൻ മെമ്പർ സ്റ്റേറ്റ് ആവാൻ നോക്കുന്നുണ്ടല്ലോ, അത് നടക്കുന്നില്ല. അവരെപ്പോഴും അതിൻ്റെ എന്താ പറയുക പ്രൊട്ടസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കാര്യമല്ല. കാരണം യൂറോപ്യൻ യൂണിയനിൽ മെമ്പർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചുള്ള വിസ റൂൾസും കാര്യങ്ങളും കൊണ്ടുവന്നാലാണ് ആ രാജ്യം പ്രൊട്ടക്റ്റ് ആവുന്നതാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ്സിലേക്ക് ഇവർ എത്തുന്നില്ല. അവർക്ക് ആ ടൂറിസം എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ്. GCC മണി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അവർക്ക് പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും കയറി വന്നോട് കൂടാൻ പാടില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ അവർ ആ ഒരു വിസ റൂൾ കൊണ്ടുവരുന്നുണ്ട്. അതാണല്ലോ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത്, വിസ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ നിയറസ്റ്റ് ബാൾക്കൻ കൺട്രീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ അതിന്റെ? അതെ. അപ്പൊ നമുക്ക് ശരിക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടാവുമല്ലോ യാത്ര ചെയ്യാനൊക്കെ. ഇനി ഭാവിയിൽ നമുക്ക് എന്നുള്ളതല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ വേൾഡ് ഓപ്പൺ ആയിട്ടല്ല നിൽക്കുന്നത് എല്ലാവർക്കും. ആണ് വേൾഡ് ഓപ്പൺ. കുറെ ഇന്ത്യക്കാരൊക്കെ ഇപ്പൊ ഈ റഷ്യ ഉക്രൈൻ ഇൻവേഷൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഈ റഷ്യക്കാരൊക്കെ എവിടെ ചെന്നാലും റഷ്യക്കാരെ സത്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ അറബ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഗൾഫിൽ ദുബായിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ റഷ്യൻസ് കൂടുതൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് നാട്ടിൽ. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അവർ മാറുന്നു. അങ്ങനെ യൂറോപ്പിൽ കുറേ എക്കണോമിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അങ്ങനെ പല സ്ഥലത്ത് വാർ ഉണ്ടാവുന്നു. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കോവിഡ് വി നെവർ ഹാഡ് എ ഗുഡ് ലൈഫ്. കുറേ ഇഷ്യൂസാണ് കേൾക്കുന്നത്. എപ്പോഴും ഡിസാസ്റ്ററാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് വന്നു. ട്രംപ് കുറേ കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്തു. പക്ഷെ പിന്നെ വിചാരിച്ച ഹൈപ്പ് ഒന്നും കണ്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെസ്റ്റ് ഭയങ്കര ഇടങ്ങാറാണ് സത്യം പറഞ്ഞാൽ. നമ്മള് സമാധാനത്തിൽ ജീവിക്കാനും സമ്മതിക്കുന്നത്. അവർക്ക് എപ്പോഴും യുദ്ധം, പക്ഷേ വെസ്റ്റ് ഇൻവോൾവ് ആണെന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും ബാക്കിയുള്ളവരുടെ മേലിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുക, ഇതാക്കുക. നിൽക്കുന്നത് അത് വെസ്റ്റും ഈസ്റ്റും ആക്ച്വലി നമ്മളിപ്പോൾ ആക്ച്വലി വി വർ റൂൾഡ് ബൈ UK, റൈറ്റ്? അവര് മാക്സിമം ശ്രമിച്ചല്ലോ നമ്മളെ കീഴടക്കാൻ. പക്ഷെ അവര് പോയ പിന്നെ നമുക്ക് നടന്നിട്ടില്ല. കാരണം അവർ നല്ലൊരു എന്താ പറയുക ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോഗ്രസ് കൊണ്ടുവന്നിരുന്നു. അവരെ പ്രോഗ്രസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, കൊണ്ടുവന്നിരുന്നു. പക്ഷെ അത് അവരുടെ നീഡ്സിന് വേണ്ടിയിട്ട്. അതെ അതെ. നമ്മളിവിടുന്ന് കൊണ്ടുപോയതാണ് അവിടെ അവർ റിച്ച് ആയിട്ട് നിൽക്കുന്നത്. അതെ അതെ. അവരുടെ നീഡ്സിന് വേണ്ടി അവരെ കൊണ്ടുപോയി. പിന്നെ അവർ പോയതിനു ശേഷം നമ്മളെ കണ്ടിന്യൂ ചെയ്തതില്ല. നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതല്ല, ഓൾറെഡി പുവറായിട്ട് തന്നെ നമ്മൾ ഇട്ടിട്ട് പോയി. അതെ, പുവറായിട്ട് ഇട്ട് പോയി കഴിഞ്ഞു. നമുക്ക് യൂസ് ചെയ്യാൻ. നമ്മളെ ഇവിടെ ആകെ റിച്ച് എന്ന് പറഞ്ഞാൽ എത്ര കുറച്ച് ആൾക്കാരായിരുന്നു. നമ്മളിവിടുത്തെ രാജാക്കന്മാരും കുറച്ച് ആൾക്കാരല്ല. ഈ സാധാരണക്കാർ എപ്പോഴും ഭയങ്കര പുവറാണ്. അവര് ജോലി കൊണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാണ്. ഇപ്പോഴാണ് ശരിക്കും സാധാരണക്കാരുടെ കയ്യിലൊക്കെ പൈസ എത്തൽ തുടങ്ങിയത്. അതെ അതെ.
ഇപ്പൊ കുറെ വഴികളായി. ഇപ്പൊ നമുക്ക് സ്മാർട്ട് ആയില്ലെങ്കിൽ നമ്മൾ തോറ്റു പോകും. അത് പറയട്ടെ എന്നോട്. എന്നിട്ട് ഈ എന്താണ് ടേറ്റിന്റെ ക്ലാസ് എടുക്കാൻ പോയി ആക്ച്വലി ഇത് ആക്ച്വലി എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ ആൻസൈറ്റി വരുമ്പോഴേ, അതായത് നമ്മളിപ്പോ കയ്യിലുള്ള ക്യാഷ് ഇനിയിപ്പോ എത്രയേ ഉള്ളൂ, ഇനിയിപ്പോ എന്ത് ചെയ്യും? കാരണം ജോലികളൊക്കെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടി എക്സ്ട്രാ ആയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതേപോലെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പലരും പലവരുടെ അഭിപ്രായം അങ്ങനെ പറയും. അപ്പോൾ കുറെ കാലം ആൻഡ്രൂ ടേറ്റ് ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ആൻഡ്രൂ ടേറ്റ് കുറെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ആള് കുറെ അധികം പറയുന്നുണ്ട്. ഞാൻ എല്ലാത്തിനോടും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും കുറെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാം അന്വേഷിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പറ, അതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞു എന്താ വെച്ചാല് ഫിനാൻസ് ആണല്ലോ. ഇപ്പൊ ഫിനാൻസ് ആണ്. ഫിനാൻസിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അപ്പൊ ഞാനിത് ആദ്യം ഞാൻ കുറെ ഫ്രീ ക്ലാസ്സുകൾ ട്രൈ ചെയ്തു. പിന്നെ മനസ്സിലായി ആൻഡ്രൂ ടേറ്റ് എപ്പോഴും പറയും ഓക്കെ ഒരു $49 അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. $49 അതെ ക്ലാസ് $49 കൊടുത്തു. ഞാൻ ട്രൈ ചെയ്തു. ഓൺലൈനാണ്. അതെ. അപ്പൊ ഞാൻ രാവിലെ വർക്ക്ഷോപ്പിലായിരിക്കും, ഇടയ്ക്ക് നൈറ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവും. എത്ര മണിക്കൂറാണ് ഇത് വരുന്ന ക്ലാസ് ഒരു ദിവസം? അത് ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. അത് എന്നും നോട്ടിഫിക്കേഷൻ വരും. നമുക്കൊരു ആപ്പ് ഉണ്ടാവും, ഇത് റിയൽ വേൾഡ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടാവും. അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമുക്ക് ഓരോ ക്ലാസ്സിന് ഇങ്ങനെ ഓരോ പ്രൊഫസേഴ്സ്, അതായത് ആളെന്നെയല്ല ആൻഡ്രൂ ടേറ്റിനെയല്ല വരിക, കുറെ പ്രൊഫസേഴ്സ് വന്ന് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ പറയും. അപ്പൊ അതിൽ കുറെ പാർട്ടായിട്ടാണ്, സബ്ജക്ട് വൈസ് ആണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതായത് സ്വന്തമായിട്ട് ഇപ്പോൾ നമുക്കൊരു ജോലിക്ക് പോയാലേ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ജോലിക്ക് പോവാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വല്ല യൂസ് ചെയ്യാത്ത കിടക്കുന്ന സാധനങ്ങൾ വിൽക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക. ആ ഫണ്ട് ഉണ്ടാക്കിയെടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. കാരണം ഇന്റർനെറ്റ് ആണ് ഇപ്പോൾ, കാരണം പുറത്തിറങ്ങി നീ ഇപ്പോൾ എവിടെ പോയിട്ട് എന്ത് വിറ്റിട്ടും കാര്യമില്ല, വിറ്റ് പോവില്ല. ഇന്റർനെറ്റിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്റർനെറ്റിലേക്ക് വരാം. അപ്പോൾ ഇന്റർനെറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം. ഒരു വിന്നിങ് പ്രൊഡക്റ്റ് ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ട. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ ഇപ്പോൾ ഒരു iPhone 17 ഇറങ്ങുമ്പോൾ അതിൻ്റെ ബാക്ക് കവറിന് ആൾക്കാരുണ്ടാവില്ല ഒരു 3 മന്ത്സിനെങ്കിലും. അപ്പോൾ നമ്മൾ ആ സാധനം ഓക്കെ ഫോർ എക്സാമ്പിൾ നമ്മളത് എടുക്കുന്നു. നമ്മളത് ഒരു നമ്മളെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇതാണ് ഞാൻ സെൽ ചെയ്യുന്ന സാധനം. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായ കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിഫൈ കേട്ടിട്ടുണ്ടാവും. അത് ഷോപ്പിഫൈ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, കാരണം ലിങ്ക് ഒക്കെ അവിടെ കൊടുത്ത് നമുക്ക് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ് പേജ് ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് അതിൽ തന്നെ നോക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം ആപ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം ഷോപ്പിഫൈയിൽ നമുക്ക് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാം. നമുക്ക് അതിൽ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഇത്രയാണ് എൻ്റെ സാധനത്തിൻ്റെ വില, ഞാൻ ഇത്ര വിലയ്ക്ക് വിൽക്കുന്നു, ഇതാണ് എൻ്റെ സാധനം, ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഒരു നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കി നമ്മളത് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്നു. ഒരു അഡ്വർടൈസ്മെൻറ്റ് ബൂസ്റ്റൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാവരിലേക്ക് എത്തും. അങ്ങനെ എല്ലാവരിലേക്ക് എത്തി എല്ലാവർക്കും ഇത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സാധനം എവിടെ സ്റ്റോർ ചെയ്യുന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റോർ ചെയ്യണ്ട, അതിനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് അറിയുണ്ടാവല്ലോ, അലിബാബ. അലി എക്സ്പ്രസിലേക്ക് പോകണ്ട, അത് കുറച്ചും കൂടി റീറ്റെയിൽ ആണ്. അലിബാബയിലേക്ക് പോയാൽ കുറച്ചും കൂടി ഹോൾസെയിൽ ആണ്. മനസ്സിലായില്ലേ? അതിലേക്ക് വലിയ സംഗതികളാണല്ലോ, 150 പീസ്. പക്ഷെ വേണ്ട. ഇപ്പൊ നമുക്ക് ഇൻ കേസ് ഞാൻ ഇപ്പൊ ഇല്ലീഗൽ ആയോന്ന് അറിയില്ല, വേബ്സ് ഫോർ എക്സാമ്പിൾ, വേബ്സിന് അവര് എക്സാമ്പിൾ ഇടണ്ട, വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ഇടാൻ കഴിയില്ല. മോശം സ്റ്റഡിയാ പറയുന്നത്. ലൈറ്ററിന് ഫോർ എക്സാമ്പിൾ അവർ ചാർജ് ചെയ്യുന്നത് ചിലപ്പോ 50 സെന്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ ചിലപ്പോ നല്ല ബ്രാൻഡഡ് ലൈറ്റേഴ്സോ അങ്ങനെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത് അവര് ലിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഷോപ്പിഫൈ ലിസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ലൊരു പരസ്യം കൊടുത്ത് എന്റെ സ്റ്റൈലിഷ് ലൈറ്റർ അങ്ങനെ ഒരു പുതിയൊരു മോഡൽ ഇത് കത്തിക്കുന്നു, അപ്പൊ ഈ സംഭവം ഞാൻ വിൽക്കാൻ പോകുന്നത് $20, $10 എന്ന് പറഞ്ഞിട്ട് ഷോപ്പിഫൈന്ന് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി അലിബാബ സെൻഡ് ചെയ്യും. ഒരു പീസും 2 പീസൊക്കെ അവർ സെൽ ചെയ്യും. നമ്മൾ ജസ്റ്റ് പർച്ചേസ് ചെയ്താൽ മതി. അവരുടെ വേറെ അവസ്ഥ തന്നെ സാധനം നിൽക്കും. അവർ നമ്മൾ പറയുന്ന സമയത്ത്, ഓർഡർ വരുന്ന സമയത്തും
മാത്രം നമുക്ക് അത് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഓക്കെ. അതൊരു ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഡ്രോപ്പ് അപ്പൊ നമ്മള് മാർക്കറ്റ് ചെയ്യുന്ന മാതിരിയാണത്. നമ്മൾ ശരിക്കും അവിടുന്ന് ഇതാ ഞാൻ ഇത്ര ഓർഡർ എനിക്ക് വേണം അതെ എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് എടുക്കുന്നു, അവർ വെയിറ്റ് ചെയ്യുന്നു അവിടെ വെച്ചിട്ട്. അതെ അതെ നമ്മള് പറയുന്ന സ്ഥലത്തേക്ക് ഇവർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് പറയാ. അത് സിമ്പിളായ മെത്തേഡ്. ആൾക്കാർ പല രീതിയിൽ പല കാര്യം ടെക്നിക്കൽ വൈസ് ഒക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളാക്കി പറയാണ്. അപ്പൊ ഈ സാധനങ്ങൾ അവിടുന്ന് അവർ സെൻഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി പർച്ചേസ് കഴിഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, നമ്മൾ ഈ വിലയ്ക്ക് സെൻഡ് ചെയ്യുന്നു, നമ്മൾ അതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നു. ഇത് സെൽ ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ഞാൻ അത് എനിക്ക് ഇതെന്നാ കിട്ടിയത്, ഈ ഒരു ആൻഡ്രോയിഡിന്റെ ക്ലാസ്സിന് കിട്ടിയത്. അങ്ങനെ ഞാനൊരു ടിഗ്രാനസ് ബ്രാൻഡ് ഉണ്ടാക്കി. ആൾക്കാരൊക്കെ എന്നെ കാണുമ്പോൾ ടിഗ്രാനസ്, കാരണം കോസ്കസ് റീജിയനിലെ ഒരു വലിയ രാജാവായിരുന്നു ടിഗ്രാനസ്. ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞൊരു ആളാണ്. അപ്പൊ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ തോന്നിയിട്ട് ആളുടെ പേര് ഞാൻ നല്ലൊരു മാലി ഒരാളായിരുന്നു. കാരണം ആള് എന്താ തുർക്കിനായിട്ടൊക്കെ വാറൊക്കെ പറയുന്നുണ്ട്. എനിക്കത് ആളുടെ സിനിമയൊക്കെ ഉണ്ട്. അപ്പോ ആള് ഭയങ്കരനാണ്. ഒരു മാലിനെസ്, അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ആള് മാലിനെസ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഞങ്ങൾ ആളുകൾ ഇടുന്ന ഒരു ആക്സസറി അപ്പൊ എല്ലാവരും കാണുമ്പോ ഞാൻ ബ്രേസ്ലെറ്റ് കൂടുതൽ ഇടുന്ന ഒരാളാണ്. അപ്പൊ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് വിറ്റൂടെ. അപ്പൊ ഞാൻ അങ്ങനെ ഇതേപോലെ അലിബാബയിൽ നിന്ന് ബ്രേസ്ലെറ്റ്സ് ഓർഡർ ചെയ്തു. ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തു, ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് കൊടുത്തില്ല. കാരണം അത് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് തന്നെ വന്നു. ഒരു 500 പ്രൊഡക്ട്സ് ഒക്കെ വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഞാൻ പിന്നെ മനസ്സിലായി ഇത് വാങ്ങി വെച്ചാൽ മാത്രം പോരാ, കാരണം തൗസൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർ നമ്മുടെ പ്രൊഡക്ട്സ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടെ ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഇതേപോലെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വലിയ റീച്ചൊന്നുമില്ല. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന ഇൻസൈറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 പേരെങ്ങാനും കോസ്കസ് റീജിയനിൽ കണ്ടിട്ടുണ്ട്. കാരണം ഈ ടിഗ്രാനസ് ബ്രാൻഡും ടാഗും കാര്യങ്ങളെല്ലാം കൂടി അൽഗോരിതം അങ്ങനെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി. ഇന്ത്യയിലൊന്നും വല്ല വന്നിട്ടില്ല. അങ്ങനെ ഞാൻ വരുന്നതിൻ്റെ മുൻപ് വരെ 120 യൂണിറ്റ്സ് ഈ സംഭവം വിറ്റുപോയി. മനസ്സിലായില്ലേ? അതൊരു ഫസ്റ്റ് സംഭവമായിരുന്നു. പക്ഷെ ഞാൻ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡൊന്നും ഇട്ടില്ല അതിന്. കാരണം ഞാൻ അതൊരു ട്രെയിലായിരുന്നു എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്, ഞാനത് ചെയ്തില്ല. അപ്പോഴേക്കും ക്ലാസ് മുന്നോട്ട് പോയി. കാരണം ആൻഡ്രോയിഡിന്റെ ക്ലാസ് എൻ്റെ ഇടയ്ക്ക് വരും, ഒരു അസസ്മെന്റിനൊക്കെ വരും. എന്താ പറയാ, അത് ഇടയ്ക്ക് ജസ്റ്റ് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനോ എത്ര നിങ്ങൾ ഉണ്ടാക്കി ഇല്ല, ഞാൻ റിവീൽ ചെയ്തില്ല എത്ര ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത്. ഞാനിതൊക്കെ ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കായിരുന്നു. കാരണം ഇത് ആക്ച്വലി എനിക്ക് ആ എമൗണ്ട് കിട്ടിയല്ലോ. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്ക് മനസ്സിലായി, കാരണം ഇവരുടെ $49 എനിക്ക് തിരിച്ചു കിട്ടി. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ ഇത്രയും കണ്ടുപിടിച്ചു, ടിഗ്രാനസ് ബ്രാൻഡ് കണ്ടുപിടിച്ചു. അത് ഏകദേശം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് സൈഡ് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ചെറിയൊരു ബ്രാൻഡില് അത്രയും വിറ്റ് പോയപ്പോൾ 2500 ഒക്കെ ഉണ്ടാക്കി. മനസ്സിലായില്ലേ? പക്ഷെ അത് 2500 ഒന്നും വലിയ എമൗണ്ട് ഒന്നുമല്ല, അതുകൊണ്ട് എനിക്ക് തുറന്ന് പറയാൻ കഴിയും. അപ്പൊ അതുണ്ടാക്കി. പിന്നെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ സംഭവങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാനൊരു ഞാൻ ആ റൈറ്റിംഗ് മാജിക്കില്ലേ, അത് ഞാനിങ്ങനെ ചെയ്യായിരുന്നു. കാരണം ഞാൻ എല്ലാം എമൗണ്ടും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്നായിട്ട് ഞാൻ എഴുതും, ഏതൊക്കെ വഴിക്ക് പോയാൽ എന്തൊക്കെ ചെയ്യാം. കാരണം എനിക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ജോലിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വറീസിലാവും. മനസ്സിലായില്ലേ? കാരണം എനിക്കും ചെറിയ മറ്റു കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുള്ളൊരു ഒരു ഒപ്റ്റിമസത്തിലാണ് ഞാൻ അതിന് പോയത്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതാ ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ ഉണ്ടാക്കി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം നമ്മളിപ്പോൾ ക്രിപ്റ്റോ. അപ്പൊ ക്രിപ്റ്റോ നോക്കുമ്പോൾ എന്താണ് ക്രിപ്റ്റോ? ഇതൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി സൊല്യൂഷൻസ് ആണ്. ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാവുക. അതെ, അതായത് ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ആണ്, അതാണ് പിന്നെ നമ്പറാണ്, അത് എന്താണ്? അതൊരു ഡിജിറ്റൽ അസറ്റ് ആണ്. അതെ, അത് ഡിജിറ്റൽ അസറ്റ് അതെന്താണ്? അതായത് ആക്ച്വലി അതൊക്കെ ടെക്നോളജി ഉണ്ടാക്കി വെച്ചു. അപ്പൊ എന്താ വെച്ചാൽ അത് എന്താണെന്നുള്ള ചോദിക്കണം. അതെനിക്ക് നല്ലൊരു ഉത്തരം പറയേണ്ടതില്ല, കാരണം എനിക്ക് മനസ്സിലായൊരു സംഭവം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ക്രിപ്റ്റോ ഒരു ബിറ്റ് കോയിൻ ഉണ്ടായി പണ്ടെന്നോ 2007 2008 ബിറ്റ് കോയിൻ ഉണ്ടായി. 2013 കോയിൻ ബേസ് വന്നു, ഒരു പ്ലാറ്റ്ഫോം വന്നു ക്രിപ്റ്റോ വാങ്ങാൻ. ആ സമയത്ത് ആൾക്കാർ വാങ്ങിയിരുന്നെങ്കിൽ ആ സമയത്ത് ഒരു $10 കിട്ടിയിട്ട് ഈ സമയത്ത് ആൻഡ്രോയിഡ് ക്യാഷ് ഉണ്ടാക്കിയത് ബിറ്റ് കോയിനിലാണല്ലോ. ബിറ്റ് കോയിൻ 2017 ആ പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ പോയത്. പൈസ ഉണ്ടാക്കിയത് പല രീതിയിലുണ്ട്. അല്ല, ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള രീതി. ആ ഫസ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായത് അതുണ്ടായെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അവരെന്നെ അവരെന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല്
ക്രിപ്റ്റോ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഗവൺമെന്റിന്റെ കയ്യെത്തൂല. നമുക്ക് ഗവൺമെന്റ് ഇപ്പോൾ ഒരു ടാക്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിൻ സംഭവങ്ങൾക്കൂടെ വന്നു, ടാക്സ് ഒന്നും പിടിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ബില്യനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എയർപോർട്ടിൽ കൂടെ പോവാം ഒരു ക്രിപ്റ്റോ വെച്ചിട്ട്. ക്യാഷ് വെച്ച് പോകാൻ പറ്റുമോ? ക്യാഷ് വെച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് നല്ല സംഭവമായിരുന്നു. അപ്പോൾ ബിറ്റ് കോയിൻ ആണ് ആകെ ആൾക്കാർ വാങ്ങിയിരുന്നത്. അന്ന് തൊട്ടേയുള്ള സംഭവമുണ്ട്. ഇതിന്റെ ഓണർ ആർക്കും അറിയില്ല. സതോഷി നാക്കമോഡോ എന്നാണ് ഫൗണ്ടറുടെ പേര്. കണ്ടില്ല. ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ സതോഷി നാക്കമോഡോ അടിച്ചു കഴിഞ്ഞാൽ വേറെന്തോ ഒരു നമ്മുടെ ഈജിപ്ഷ്യൻ പിരമിഡിന്റെ അടുത്തൊക്കെ വരുന്ന ഫേസാ വരുന്നത് അല്ലേ? അപ്പൊ അതൊക്കെ വരുന്നത്. അല്ല, ഇതുവരെ ആർക്കും അറിയില്ല ഈ സതോഷി നാക്കമോഡോ ആരാണ്. പക്ഷെ ഇത്രയും ഇപ്പൊ കണ്ടില്ലേ, മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1.7 ട്രില്യൺ. ദാറ്റ് മച്ച് മണി ബിറ്റ് കോയിലുണ്ട്. ആൾക്കാർ വെറുതെ ഇട്ടിരിക്കുന്നു. ആൾക്കാർക്ക് ഈ മണി ലോണ്ടറിങ് ചെയ്യാനായിരിക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ എക്സസൈസ് വരുന്ന മണിയാണല്ലോ അതിലൂടെ കടന്നു. പിന്നെ അത് ഓൾറെഡി ബ്ലാക്ക് മാർക്കറ്റിൽ അത് അല്ലെങ്കിൽ ഡാർക്ക് വെബിൽ അത് കോയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഡാർക്ക് വെബ്. അപ്പൊ ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് വാലറ്റിൽ നിന്ന് വന്നു, അതൊക്കെ പ്രൈവസി അല്ലേ. വാലറ്റ് ഓൾറെഡി ഇൻ യൂസ് ആണ്. നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാം. വാലറ്റ് ഒന്നും നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തും ചെയ്യാം. ഇതിന് വേറെ സംഭവം തന്നെ ഉണ്ട്. കാരണം നമുക്ക് ഈ സ്മാർട്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. നമുക്ക് ഈ ക്രിപ്റ്റോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം. നമുക്ക് ഇനിയിപ്പോൾ നമ്മളത് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഡ്സ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് ഭാവിയിൽ അവർക്ക് ഇത് അസറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് ആലോചിക്കുമ്പോൾ ഓക്കെ, ഇതൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇത് ഇപ്പോഴും ഇതിനൊരു ഒരു നാഥനില്ലാ കളറിയാണ്. ട്രംപ് വന്നു. ട്രംപ് ഇത് മനസ്സിലാക്കിയതിപ്പോൾ ഇത് നമ്മുടെ കയ്യിലല്ല ഈ കളി. ഇത് നമ്മളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇത് സെൻട്രലൈസ്ഡ് ആക്കണം. അപ്പോൾ അതിനാണ് ഈ ട്രംപ് ഒരു ക്രിപ്റ്റോ റിസർവ് ഒക്കെ ആക്കി പ്രഖ്യാപിച്ച് US-നെ. അപ്പോൾ അങ്ങനെ ആക്കി പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ എമൗണ്ടും അതിലേക്ക് US ഏരിയയിലേക്ക് തന്നെ വരുമല്ലോ. അപ്പോൾ അവർ ഈ ടെതർ USDT ടെതർ എന്ന് പറഞ്ഞ സ്റ്റേബിൾ കോയിൻ എന്ന് പറഞ്ഞ ഒരു കോയിൻ ഉണ്ട്. ഇട്ടിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കോയിൻസിലേക്ക് മാറാൻ കഴിയും. കാരണം പ്രൈസ് മാറാതിരിക്കും. സ്റ്റേബിൾ കോയിൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ അവർ പുതിയൊരു സ്റ്റേബിൾ കോയിൻ ഉണ്ടാക്കി XRP, റിപ്പിൾ. അപ്പോൾ ഈ കോയിനും ഇതേപോലെ ഈ ഫാസ്റ്റ് മണി ട്രാൻസ്ഫർ നടത്തുന്നത്, അതായത് ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് നടത്താൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ള കോയിൻ. അതായത് നമ്മുടെ നാട്ടിൽ സ്വിഫ്റ്റ്, വിസ കാർഡ്. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ എത്ര ബില്യൺസ് വേണമെങ്കിലും ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് അമേരിക്കക്ക് ബിറ്റ് കോയിൻ വഴിയൊക്കെ ട്രാൻസ്ഫർ. അമേരിക്കക്കല്ല, ഇപ്പൊ കൂടുതൽ നടക്കുന്നത് ഇപ്പൊ UAE-യിലേക്കാണ്. ആൾക്കാർ ലോകത്തിന്റെ എവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രോപ്പർട്ടീസ് വാങ്ങാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റി ബിറ്റ് കോയിൻ. ജസ്റ്റ് ഇപ്പം എനിക്ക് അവിടെ നിന്ന് ഒരു ദമാക്കിൻ്റെ ഒരു 3 ബെഡ്റൂം ഒരു അപ്പാർട്ട്മെന്റ് എനിക്ക് ജുമേറയിൽ വേണം. ഞാൻ ഓൺലൈനിൽ കാണുകയാണ്. ഓക്കെ, ഞാൻ സ്ഥലം കണ്ടുപിടിക്കുകയാണ്, ഏജന്റും കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഐ ഹാവ് ഓൺലി ബിറ്റ് കോയിൻ. ഓക്കെ, ദിസ് മച്ച് ബിറ്റ് കോയിൻ. നമ്മൾ സെൻഡ് ചെയ്യുന്നു, അവിടെ പേയ്മെന്റ് നടക്കുന്നു, അവർ എഗ്രിമെന്റ്സ് അയച്ചു തരുന്നു, സൈൻ ചെയ്യുന്നു, വിർച്വലി എല്ലാം കംപ്ലീറ്റ് ആവുന്നു. ആൾക്കാർ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നു. ആൻഡ്രൂ ടൈറ്റ് വാങ്ങുന്നുണ്ട്, വേറെ കുറെ ബില്യനേഴ്സ് വാങ്ങുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് റോക്ക് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തേക്കായിട്ട്. ബ്ലാക്ക് റോക്ക് ഇപ്പോൾ ഉക്രൈനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഇൻവേഷൻ വന്ന കഴിഞ്ഞ സമയത്ത് അവരുടെ ആ ഒരു കോൺസ്പിറസിയുടെ അല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോ എന്താണ് അതല്ല ചെയ്യുന്നത്, എന്താണ് യുക്രൈൻ റീബിൽഡിങ് അവർ എല്ലായിടത്തും അങ്ങനെയല്ല ചെയ്തിരുന്നത്. യുദ്ധം നടക്കുമ്പോൾ അതിന്റെ റീബിൽഡിങ്ങിന്റെ കോൺട്രാക്ട് അവർ വാങ്ങും. അത് വെറുതെ അവർ കൊടുക്കുവോ? ഞാൻ ചോദിക്കട്ടെ, അവർ യുദ്ധം ഉണ്ടാവേണ്ട അവർക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യമല്ലേ? കാരണം റീബിൽഡിങ്ങിന്റെ കോൺട്രാക്ടിൽ ഫുൾ ഗവൺമെന്റ് പൈസ വൈറ്റ് ആക്കുന്ന പരിപാടിയല്ല അവർക്കുള്ള. ഇത് വൈറ്റ് ആക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ദീർഘവീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യുദ്ധങ്ങൾ നടക്കുന്നു, ഉക്രൈൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ബ്ലാക്ക് റോക്ക് എല്ലാ എമൗണ്ടും ഇൻവെസ്റ്റ് ചെയ്തു, മനസ്സിലായില്ലേ? ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അവിടെ കൊടുത്തു. ഇനി ഭാവിയിൽ ഇവർ ഉക്രൈൻ ഡെപ്ത് ആണ്. ഇത്രയും പൈസ അവർ കൊടുത്തു തീർക്കണം. അപ്പൊ ഭാവിയിൽ ഇനി ബ്ലാക്ക് റോക്കിന് ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ബ്ലാക്ക് റോക്കിന് ഈ സ്ഥലം അസറ്റാക്കി എടുത്തൂടെ, തിരിച്ചെടുത്തൂടെ? എടുക്കാൻ കഴിയും. യുദ്ധം പ്രൊമോട്ട് ചെയ്യുന്നൊരു അതെ, ഇവരെല്ലാം യുദ്ധം നടന്നാൽ അതിന്റെ റീബിൽഡിന്റെ ആ ഗവൺമെന്റ് ഇപ്പൊ അമേരിക്ക അങ്ങനെയല്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. US സെനറ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് പൈസ കൊണ്ട് റീബിൽഡ് ചെയ്യാൻ പോകും. അപ്പൊ റീബിൽഡ് ചെയ്യുമ്പോൾ അവിടെ ഓൾറെഡി റീബിൽഡിന് കോൺട്രാക്ട് എടുത്തിട്ടുള്ള കമ്പനികളായിരിക്കും ഇങ്ങനത്തെ വലിയ കമ്പനികൾ, ബ്ലാക്ക് റോക്സ് മറ്റൊക്കെ. അവർ ഈ റീബിൽഡിങ്ങുള്ള ഗവൺമെന്റിന്റെ അവിടെ നിന്ന് ബില്യൺസ് ഇങ്ങോട്ട് ഫണ്ട് ആയിക്ക് വരും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് അല്ല, ഇതിൽ കുറച്ചുകൂടി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ബ്ലാക്ക് റോക്കിന് ആക്ച്വലി അങ്ങനെ ഒരു കോൺട്രാക്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ. ചിലപ്പോൾ മുൻപ് കാലങ്ങൾ ചെയ്തിട്ടുണ്ടാവും. കാരണം ഉക്രൈന് കൊടുത്ത മണി കംപ്ലീറ്റ്ലി
ലിക്വിഡ് മണി ആയിരുന്നു. പക്ഷേ അവർ അപ്പം സ്പെൻഡ് ചെയ്യുന്നത്, കാരണം ബ്ലാക്ക് റോക്ക് അല്ലാതെ വേറെ ആരും ഏറ്റെടുക്കാനില്ലായിരുന്നു ആ സമയത്ത്. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണ്ണുമടച്ച് ഒരു കമ്പനി ബ്ലാക്ക് റോക്ക് പോലുള്ള കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു ഇന്റൻഷൻ കൂടി ഉണ്ടാവില്ല. മനസ്സിലായി, ഇത്രയും എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കോ? അതെ, ബേസിക്കലി ഞാൻ അതല്ല ഞാൻ പറഞ്ഞു, നമ്മൾ ബേസിക്കലി അവർ യുദ്ധം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആയിരിക്കാം, കാരണം നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല, ഇവരെന്താ ഉദ്ദേശിക്കണം എന്നുള്ള അറിയില്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോ XRP കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ XRP ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാല് ബ്ലാക്ക് റോക്കിന് കണ്ണുണ്ട്, ട്രംപിന് കണ്ണുണ്ട്, എല്ലാവരും കണ്ണുണ്ട്. കാരണം XRP ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേബിൾ കോയിൻ ആക്കണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതിന് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മിറ്റി അതൊക്കെ ഉണ്ട്, XCC എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ലോ സ്യൂട്ട് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ എന്തെങ്കിലും കേസ് നടക്കുമ്പോൾ നമ്മൾ റേറ്റിൽ ഭയങ്കര ഫ്ലക്ച്വേഷൻ വരും, നമ്മൾ ഗ്രാഫ് വാച്ച് ചെയ്യുമ്പോൾ നല്ല ഫ്ലക്ച്വേഷൻ വരും. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, ഇത് സെൻട്രലൈസ്ഡ് ആകാൻ പോവുക, ഗവൺമെന്റിലേക്ക് തന്നെ കൺട്രോളിൽ എത്താൻ പോവുക നമ്മുടെ കംപ്ലീറ്റ് ഡിജിറ്റൽ അസറ്റ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പോകുന്നതിന് ബിറ്റ്കോയിനേഴ്സ് എതിരാ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവര് അങ്ങോട്ടും പല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രംപ് വന്നപ്പോൾ എല്ലാം നമുക്ക് അടുത്തായി വന്നുകൊണ്ടിരിക്കുക, സെൻട്രലൈസ്ഡ് ആവാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ അത് മനസ്സിലാക്കുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ കിട്ടിയത്, ഓക്കെ ഇതെന്തായാലും ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നാഥനിലാ കളർ ചെയ്ത് മുന്നോട്ട് പോവില്ല, ഒരു നാഥൻ ഇതിലേക്ക് വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരു ദീർഘവീക്ഷണം ഞാനെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് വേറെ ഒന്നുമില്ല, ആ സമയത്ത് ഞാൻ നന്നായിട്ട് ഇത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് എന്നും നൈറ്റ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് കൺക്ലൂഷനിലാണ് ഞാൻ മനസ്സിലാക്കിയത്, ഓക്കെ XRP എന്തായാലും പ്രൈസ് കൂടും, കാരണം അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കൂടും, സർക്കുലേഷൻ കൂടും, എല്ലാം ഇത് കൂടും. ആ വാങ്ങുന്ന സമയത്ത് 39 സെന്റ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം എൻ്റെ അടുത്ത് ഇത്ര എമൗണ്ട് ഉണ്ട്, എനിക്ക് വേറെ ഒന്നും ചെയ്യാമല്ല. കാരണം ആക്ച്വലി കുറേ കെയോസ് കഴിഞ്ഞ ലൈഫാണ്, ഞാൻ മനസ്സിലായത്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്തേ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ചലഞ്ച് നമ്മൾ എടുക്കണമല്ലോ, അല്ല നമ്മളിപ്പോൾ ഒരു സേഫ് സൈഡിൽ ഇപ്പോൾ ലൈഫ് മുന്നോട്ട് കൊണ്ടിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, കയ്യിലുള്ള ഫുൾ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, ആ സമയത്ത് കുറച്ച് തൗസൻഡ്സ് ഓഫ് XRP ഞാൻ വാങ്ങിയിട്ടു. XRP 39 സെന്റിന്. അപ്പോൾ അത് കഴിഞ്ഞ് അത് അവരുടെ സ്റ്റേബിൾ കോയിൻ ഇൻവെന്റ് ചെയ്തു, റിപ്പിൾ. അത് വന്നതിന് ശേഷം അതൊരു $1 ആയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ CEO ഗാർലിംഗ് ഹൗസ് കുറേ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു, ഇതിങ്ങനെയൊക്കെ വരും എന്നുള്ള. അവരുടെ പ്രൈസ് പ്രഡിക്ഷൻ ഒരു 100,000 1,000 ഒക്കെയാണെന്ന് പറഞ്ഞു. അത് പിന്നെ 2 ആയി, പിന്നെ 3 ആയി. അപ്പോൾ ആക്ച്വലി ട്രിപ്പിൾ ഓർ മോർ, അത്ര ഇരട്ടിയായി നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ആ സമയം ഗുഡ് ബൈ. അതെ, അത് സത്യം പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്തതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്ന് ഞാൻ പറയും, അത് ആക്ച്വലി എനിക്ക് അന്ന് ക്രിപ്റ്റോനെ കുറിച്ച് പറയാൻ മടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതിനെക്കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ, ഞാൻ പഠിച്ച സംഭവമാണല്ലോ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ബാറിലോ അവിടെയൊക്കെ പോയി ഫ്രണ്ട്സിനോടൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു വിയേർഡ് ഫീലിംഗ്, കാരണം വെച്ചാൽ ആൾക്കാർക്കും അറിയില്ലല്ലോ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ടോക്കണിനെ കുറിച്ചും ഈ ബ്ലോക്ക് ചെയിൻ ടോക്കണൈസേഷൻ ആക്കുന്നതും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പോൾ ആർക്കും ഇത് മനസ്സിലാവുന്നില്ല. ഓക്കെ, മനസ്സിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ കുറേ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. ഞാൻ പിന്നെ ആ ഒരു ടോക്ക് നിർത്താൻ തുടങ്ങി. പിന്നെ XRP കുറിച്ച് ഞാൻ പിന്നെയും പറയാൻ തുടങ്ങിയത് ഏകദേശം ഇപ്പോഴൊക്കെയാണ്, കാരണം ഇപ്പോൾ ഏകദേശം ക്യാപിറ്റൽ ഗെയിൻ എല്ലാവർക്കും വന്നു തുടങ്ങി. ഞങ്ങൾക്കൊരു XRP കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നു തുടങ്ങി. കാരണം ഞാൻ 25th റാങ്കിലുള്ള സമയത്താണ് XRP വാങ്ങണത്. ഇപ്പോൾ ബിറ്റ് കോയിൻ ദൂരെയും കഴിഞ്ഞു കഴിഞ്ഞാൽ സംടൈം USDT അല്ലെങ്കിൽ XRP. ഇപ്പോൾ ആക്ച്വലി XRPക്ക് ഒരു ഇപ്പൊ ടുഡേയ്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 240 ഒക്കെയാണ്. പക്ഷെ ഇതിന് മുൻപ് അതൊരു ഓൾ ടൈം ഹൈ 3.85 ആണ്. മനസ്സിലായില്ലേ? പക്ഷെ പ്രഡിക്ഷൻ അതല്ല, ഡോളേഴ്സ്. ഇതിപ്പോ ബാങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടുത്തെ SBI, ഹോങ്കോങ്ങിലെ SBIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് അമേരിക്ക, ചിലപ്പോൾ യൂറോപ്പിലെ ബാങ്കുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് ഈ ബിറ്റ് കോയിനോ അങ്ങനെയൊക്കെ അയച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടെസ്ല ഇപ്പോൾ ഓർഡേഴ്സ് സ്വീകരിക്കുന്നു. ഡോജ് കോയിൻ വെച്ചാണെങ്കിൽ പോലും നമുക്ക് ഒരു കാറ് മേടിക്കാം, ഒരു ക്രിപ്റ്റോ കോയിൻ വെച്ചിട്ട് കാർഡ് മേടിക്കാം. അപ്പോൾ പിന്നെ മാത്രമല്ല, എൻ്റെ മൊബൈലിൽ ഇപ്പോൾ ആപ്പിൾ വാലറ്റിലുണ്ടാവും Re.Pay. അതൊരു ക്രിപ്റ്റോ, അതായത് ഇതിൽ എപ്പോഴും എന്താണ് ഈ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോഴും അതെ, അത് ഒരു ഭയങ്കര സേഫ് എന്നുള്ളതല്ല, അതായിരിക്കും അതെന്ന് വിചാരിക്കും. ഇത് രണ്ട് സൈഡ് ഉണ്ട്. ഇതിന്റെ അപ്പുറത്തെ സൈഡ് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സാം ബാങ്ക്മാൻ എന്നൊക്കെ പറഞ്ഞ
ഭയങ്കര വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഇതിൽ, ഭയങ്കരമായിട്ട് പൈസ ഇട്ടിട്ട് ഫുൾ പോകുന്ന ഒരു ഫീൽഡും ഉണ്ട്. അപ്പൊ ആൾക്കാർ ഹൈ വോളറ്റൈൽ അല്ല, പെട്ടെന്ന് കൂടുന്നു സാധനമല്ലേ. ഫോർ എക്സാമ്പിൾ ട്രംപ് തന്നെ, ട്രംപ് വന്ന് ട്രംപ് ഒന്നും ആകെ ഇളക്കി മറിച്ചു. അതെ അതെ, ട്രംപ് കോയിനെ കുറിച്ചല്ലേ പറഞ്ഞു. ട്രംപ് വന്നപ്പോ മൂപ്പര് അതേപോലെ ഒരു ടോക്കൺ ഇറക്കി, ട്രംപ് കോയിൻ SEC അപ്രൂവലൊക്കെ വാങ്ങിയിട്ട് മൂപ്പര് ടോക്കൺ ഇറക്കി. പക്ഷെ ഇതിന്റെയൊക്കെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഈ കോയിൻസ് ഒന്നും ഒരു യൂസ് കേസ് അല്ലല്ലോ. ഒരു ട്രംപ് കോയിൻ ഉണ്ടാക്കുന്നു, ഡോജ് കോയിൻ ഏതൊരു ഡോഗിന്റെ ഫേസിലൊക്കെ കോയിൻ ഉണ്ടാക്കുന്നു, മാംഗോ കോയിൻ, ബനാന കോയിൻ, അങ്ങനെ കുറെ കോയിൻസ് ഉണ്ട്. ഫണ്ടമെന്റൽസ് ഇല്ലാതെ കുറെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് യൂട്യൂബേഴ്സ് ഒക്കെ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ഹൈപ്പ് ആവുന്ന കോയിൻസ് ഉണ്ട്. അങ്ങനെ ഹൈപ്പ് ആവുന്ന ഡോജ് കോയിനും ഷിബ ഇനു അങ്ങനത്തെ കോയിൻസ് ഒക്കെ, അതിലൊക്കെ ക്യാഷ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, ഓവർനൈറ്റിൽ ക്യാഷ് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഗാംബ്ലിങ്ങിന് നിൽക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ഇതിലൂടെ പോയപ്പോൾ ഇപ്പോൾ അഡ്വർടൈസിന്റെ ക്ലാസ്സിൽ ദ റിയൽ വേൾഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഹസ്ലേഴ്സ് എന്നാ പറയാ. അപ്പോൾ അവര് ഇതേപോലെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഈ ബ്ലോക്ക് ചെയിൻ തൊട്ട് ഫണ്ടമെന്റൽ, അത് വെരി ബേസ് എന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അപ്പോൾ മനസ്സിലായി ക്രിപ്റ്റോ എന്താന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഞാനൊരു കോയിൻ ചൂസ് ചെയ്തു, ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ കുറച്ച് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. ഇനി എന്ത്? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ്, അതായത് ഓരോ പാറ്റേൺ ഉണ്ട്. അതായത് നമുക്ക് ഇത്ര എമൗണ്ട് ഉണ്ടാക്കിയാൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പാടൂ, ഇത്ര സ്പെൻഡ് ചെയ്യാൻ പാടൂ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൂടെ പോയാൽ നമ്മളെ ലൈഫ് സേഫാണ്. പക്ഷെ നമുക്ക് കൂടുതൽ ഓവർ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങളിൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ചെയ്യുന്ന സമയത്ത് തന്നെ NVIDIA വാസ് അബൌട്ട് 120 അത്രയുണ്ടായിരുന്നു. നല്ല ഹൈപ്പായി. അപ്പൊ ഞാൻ ആ സമയത്ത് NVIDIA ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആപ്പിൾ വന്നു, ആമസോൺ വന്നു. കാരണം ടോപ്പ് 10 നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളും ആമസോണൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. NVIDIA അങ്ങനെ ആരും ചെയ്യില്ല. ആ സമയത്ത് NVIDIA 6th ആയിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം കുറച്ച് എമൗണ്ട്, അതായത് കുറച്ച് ടോക്കൺസ് ഒരു ടെസ്റ്റ് ചെയ്യണം. കാരണം ഞാനിത് പഠിക്കുകയാണല്ലോ. പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഞാൻ അതൊക്കെ ചെയ്യണത്. പക്ഷെ ആക്ച്വലി അത് ഗെയിനായി വരുന്നുണ്ട്. കാരണം ആക്ച്വലി എൻ്റെ റെമ്യൂണറേഷൻ ത്രിബിളായി കഴിഞ്ഞ് ഞാൻ അതിന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി, അതിൻ്റെ ഒരു എക്സ്ട്രാ ഇൻകം. പിന്നെ അത് കഴിഞ്ഞ് ഞാനിനി സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ വിഡ്രോ ചെയ്യുന്നില്ല, അത് ഭാവിയിലേക്ക് വെച്ചൊരു സംഭവമാണ്. അപ്പം ഇങ്ങനൊരു സംഭവം ഇപ്പോഴും പ്രോസസ്സിങ് ടൈം ആട്ടോ. ഇപ്പോഴും സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴും ഒരു 1 ബില്യൺ ആയിട്ടില്ല. ഇപ്പൊ പ്ലസ്സിലാ പോകുന്നത്, പ്രോഫിറ്റ് സൈഡ്. ഞാൻ അതേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരു 1 ബില്യനൊക്കെ ആയാലും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ഫ്രീഡം അല്ല. ഇപ്പൊ ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. പിന്നെ സെയിം ടൈം അവര് ഈ ഇങ്ങനെ ഇത് പഠിപ്പിക്കും, അതായത് ഫിറ്റായിട്ട് നടക്കാൻ ഒരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടേറ്റിന്റെ ഒക്കെ ഇതില് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്ന 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ അവര് പറയുന്ന ഫിസിക്ക് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, ഫിറ്റായ ബോഡി ഫിറ്റായുള്ള മൈൻഡ് ഉണ്ടാവുള്ളൂ. കാരണം അത് അങ്ങനെയാണ്. അത് നമ്മൾ നല്ലൊരു ഉറക്കം, നല്ലൊരു എക്സസൈസ്, നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു ഒരു ടൈം ടേബിൾ ഉള്ളൊരു ലൈഫ്. അതായത് നമ്മൾ ഹാർഡ് വർക്കും ചെയ്യേണ്ടത്, ഇതിലൊരു ഹാർഡ് വർക്കൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒരു സമയത്ത് എണീക്കുക, കുറെ ഒരുപോലെ കാര്യങ്ങൾ ചെയ്യുക, ദിവസം എന്തെങ്കിലും കാര്യങ്ങൾക്ക് കുറച്ചെങ്കിലും എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഹാർഡ് വർക്ക് എന്നുള്ള സംഭവം. അല്ലാതെ നമ്മളൊന്നും മറിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ വിഷയം. അപ്പോൾ അത് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഈ ആരോഗ്യത്തിന് കുറച്ച് അറോഗൻ്റൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇവൻ എന്താണ് ഈ പറയണതെന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാവുണ്ട്. എനിക്ക് എപ്പോഴും മൂപ്പരുടെ എന്താണ് ഇപ്പോൾ അതിൽ എതിർക്കാൻ തോന്നിയിട്ടുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീകളോടുള്ള എന്താണ് നിലപാടുകളാണ്. അത് എപ്പോഴും എതിർക്കാൻ തോന്നിയിട്ടുണ്ട്. സ്ത്രീകളുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ആള് ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബീച്ചേഴ്സ് അത് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതും നല്ല കാര്യങ്ങളല്ല. പക്ഷെ ആള് ഉദ്ദേശിക്കുന്ന സംഭവം വുമന് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് യൂണിവേഴ്സിൽ. മനസ്സിലായില്ലേ? ഈ വുമൻ ഇല്ലാതെ നമ്മുടെ ഒരു ഈ ലൈഫ് ഇല്ല. മനസ്സിലായില്ലേ? വുമൻ ഇല്ലാത്തൊരു സംഭവമല്ല. പിന്നെ വുമൻ വീക്ക് ആണെന്നും പറയാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ ഇമ്പോർട്ടന്റ് റോൾ അവർക്കുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. പക്ഷെ ഒരു ഈക്വാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. ഇക്വാലിറ്റി വരില്ല. മനസ്സിലായില്ലേ? റൈറ്റ്സ് വരും. മനസ്സിലായില്ലേ? റൈറ്റ്സ് വരും.
ഒരു പാട്രിയാക്കിയൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉണ്ടാവണം. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ സിസ്റ്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. സോഷ്യൽ സിസ്റ്റം ആർക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? സോഷ്യൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തതിലേക്ക് കുറെ കാര്യങ്ങളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെസ്റ്റേൺ കൾച്ചർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഹാപ്പി ആണെന്നാണ് വിചാരിക്കുന്നത്. അവർ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഒരു ആശ്രമത്തിലൊക്കെ ഇതേപോലെ മെഡിറ്റേഷൻ എടുക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ 8 തവണയൊക്കെ ഡിവോഴ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അതിന് വിശ്വാസമില്ല. കാരണം ജെൻഡർ തീരുമാനിക്കാനുള്ള ഒരു ഇതുവരെ റൈറ്റ് വരെ അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡോറിസിൻ്റെ ഡോട്ടർ ഇതേപോലെ 16 ലെവലിലൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളെന്നെ പല സമയത്ത് പറയും, ഐ തിങ്ക് ഐ എം എ ബോയ്. അപ്പം ഞാൻ തിരുത്തും, യു ആർ നോട്ട് എ ബോയ്, യു ആർ എ ഗേൾ. ബയോളജിക്കലി എവറിത്തിങ് യു ആർ എ ഗേൾ. മനസ്സിലായില്ലേ? അപ്പോൾ നീ അതിനെ ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അവരുടെ പേരൻസ് എന്നോട് നീ അത് പറയാൻ ആരാ? ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ചെറിയ കുട്ടിയാണ്. അപ്പം എനിക്ക് അത് പറഞ്ഞു കൊടുക്കണം. കാരണം എനിക്ക് എപ്പോഴും അതാണ് ഇത്. എനിക്ക് ഇപ്പം ഈ സമകാലിക ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കുട്ടികളിലേക്ക് കൂടി പകർന്നു പോകുമ്പോൾ എനിക്ക് അവിടെ എപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജർമ്മനിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഡൾട്ടുകളായിട്ട് അവര് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അവിടെ തന്നെ ഞാൻ നിൽക്കുന്നത്. അല്ല, നമുക്ക് ഒരാൾ അഡൾട്ടായിട്ട് അയാൾക്ക് ഉള്ള ഡെമോക്രസി കൊടുക്കുന്ന റൈറ്റ്സ് ഉണ്ടല്ലോ. ഒരാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എതിർക്കാൻ പറ്റില്ല. അയാൾക്ക് ഇഷ്ടമുള്ള പോലെ അയാൾ ജീവിച്ചോട്ടെ. എല്ലാവരും കൊടുക്കുന്ന ഭരണഘടന കൊടുക്കുന്ന എല്ലാ സ്വാതന്ത്ര്യമാക്കി എടുക്കട്ടെ. അതെ. പക്ഷെ കുട്ടികളിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ പ്രശ്നമുണ്ട്. സത്യം, കുട്ടികളിലേക്ക് വരുമ്പോൾ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയും വേറെ എന്ത് പറയുന്ന ആൾക്കാർ, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. ആൾക്കാർ പറയുന്നുണ്ട് അവർ ആനിമൽസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ആയിക്കോട്ടെ, അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് പോയി, ഓക്കെ. പക്ഷെ ഇനി അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കേണ്ട. കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആണുങ്ങളും നല്ല ഫാമിലി ഇത് നോക്കുന്ന പെണ്ണുങ്ങളും ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഇപ്പോൾ അത് അതേമാതിരി ആവണം നിർബന്ധമില്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വേറെ എറയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു എറയിലേക്കാണ് പോകുന്നത്. അവിടെ എന്ന് പറഞ്ഞാല് ഇപ്പോ എല്ലാവർക്കും റൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് അതായി നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അയാൾ അതായി നിന്നോട്ടെ. ഓക്കെ, അല്ലാതെ അയാൾ അതന്നെ ആവണം എന്ന് പറയുന്നത് അവിടെയാണ് ഡെമോക്രസി ശരിക്കും. അതല്ല, ഞാൻ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് പറയട്ടെ, അത് കുറച്ചും കൂടി ഹാഷ് ആവും. പക്ഷെ സോറി ടു സേ ദാറ്റ്, ആക്ച്വലി ഇങ്ങനെ സംഭവം വന്നത് എന്താ, ഒരു ശരിയായ ഒരു പെണ്ണിനെയും ഒരു നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആണിനെ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാൻ കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില്ല. കാരണം നമുക്ക് നമ്മുടെ മീഡിയ എടുത്ത്, അതായത് നമുക്ക് മൊബൈലുണ്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉണ്ട്, എടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും ചിന്തിക്കാം. ഫോർ എക്സാമ്പിൾ പോണോഗ്രാഫി, ഫോർ എക്സാമ്പിൾ റാപ്പ് സോങ്, റാപ്പ് കൾച്ചർ, എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത്, എന്തൊക്കെയാണ് പരാമർശിക്കുന്നത്. അമേരിക്കനിലെ റാപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീച്ചസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയും. നമുക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ വൾഗറായിട്ട് ചിന്തിക്കുക, നമ്മളെ തോട്ട് പ്രോസസ്സിൽ ലിമിറ്റേഷൻ ഇല്ലാതാക്കുക, അങ്ങനെ അൺലിമിറ്റഡ് ചിന്തിക്കാനുള്ള ഓപ്ഷൻസ് കൊടുക്കുകയാണ് ഈ റാപ്പിലൂടെയും പോണോഗ്രാഫിയിലൂടെയും മറ്റും ന്യൂ ജനറേഷൻ മൂവിയിലൂടെയും ഒക്കെ. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനൊരു സിസ്റ്റം നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഇത്രയും ഫെസിലിറ്റികൾ യൂസ് ചെയ്യാനുള്ള ഒരു പുഷ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു ഇൻഡസ്ട്രി ആണല്ലോ. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇൻഡസ്ട്രിയാണ്. ഇതിൻ്റെയൊക്കെ യൂസർ ആവുക എന്നുള്ളതാണ് നമ്മൾ. ഇങ്ങനെ യൂസർ ഉണ്ടായിക്കൊണ്ടുള്ള സിസ്റ്റം തീരുമാനിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ പോകുന്നത്. അതെ, അത് മാർക്കറ്റിൽ ഇപ്പൊ അതാണ് വേണ്ടത്. അതാണ് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി. അതെ. അപ്പൊ അത് വെച്ച് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, ഇപ്പം മനുഷ്യന്റെ സെക്ഷുവാലിറ്റിയാണ് എപ്പോഴും വിറ്റിട്ടുള്ളത്. അതെ. നമുക്കിപ്പോ ആഡൊക്കെ തരുമ്പോഴൊക്കെ അങ്ങനത്തെ ആഡ്സാ തരിക, ഒരു ഭംഗിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സെക്ഷുവാലിറ്റി തന്നെ എപ്പോഴും അവർ വിൽക്കാൻ നോക്കിയിട്ടുണ്ട്. എപ്പോഴും ഫീമെയിൽസിനാണ് കൂടുതലും മുൻഗണന. എപ്പോഴും എന്താണ്, അതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട് അവിടെ. അതായത് ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. എന്നിരുന്നാലും എന്താണ് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ആക്ച്വലി എന്താണ്
ഒരു മനുഷ്യൻ, ഒരാണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ വെട്ടിപ്പിടിച്ചും സ്വന്തം പെണ്ണിനെ സ്വന്തമാക്കിയും അവരെ കൊണ്ടുനടന്നും ഫാമിലി കൊണ്ടുനടന്നും അങ്ങനെയൊക്കെയാണ് പഴയ ആൾക്കാർ ഹോമോസോപ്പിയൻസ് ആയിട്ട് പോലും ഫാമിലി ആയിട്ട് ജീവിച്ചിരുന്നത്. അവര് അത് ഞാൻ ബെക്ക് ടു ഡിഫർ. ശരിക്കും ഈ ഫാമിങ് തുടങ്ങിയതിന് ശേഷമാണ് എല്ലാം ഉണ്ടായത്. ഫാമിങ് തുടങ്ങിയ ശേഷം അതിന് മുന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗോത്രങ്ങളായി നിൽക്കുമ്പോഴേ നമ്മള് ഇത്ര അഗ്രസീവ് അല്ലായിരുന്നു. അഗ്രസീവ് എന്നല്ല, അങ്ങനെയല്ല. ഒരു ഇണയെ കണ്ടുപിടിക്കലും കുട്ടികൾ ഉണ്ടാവണം സ്വാഭാവികമായിരിക്കും. അവരെ പ്രൊട്ടക്ട് ചെയ്യലും മാതാപിതാക്കളുടെ കടമയായിരിക്കും. അപ്പൊ അങ്ങനെ പണ്ടൊക്കെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇപ്പൊ ഇന്ന ആൾക്ക് ഇന്നത് എന്നില്ലായിരുന്നു. ഇയാളും ഞാനും പെയർ എന്നില്ലായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിരുന്നു കുറെ മുന്നേ. കല്യാണമൊക്കെ പിന്നെ ഈ ഫാമിംഗ് സൊസൈറ്റി വന്നിട്ട് രാജാവ് വന്നതിന് ശേഷമാണ് കല്യാണമൊക്കെ വന്നത്. സിസ്റ്റം അങ്ങനെ നമുക്ക് പരാമർശിക്കാം. പക്ഷെ ഒരു ഇണ ചേർന്ന് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ഒരു ജസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലല്ലോ. കാരണം അവരെ പ്രൊട്ടക്ഷൻ ആയിരിക്കുമല്ലോ. കാരണം അവരെ ആ ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ അവർ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ എത്തുമല്ലോ. മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ? കാരണം അപ്പോൾ ഒരു ഫാമിലി സിസ്റ്റം ഉണ്ടായിട്ടുണ്ടാവാം. അതൊന്നുകൂടി വിപുലമായിട്ടുണ്ടാവാം ഫെസിലിറ്റീസ് വന്നപ്പോൾ. ഇങ്ങനെ ഭക്ഷണം, ഫാമിംഗ് കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഫെസിലിറ്റി മനുഷ്യൻ നിന്ന് താമസിക്കൽ തുടങ്ങിയില്ല. അപ്പോഴാണ് ഫെസിലിറ്റി വന്നപ്പോൾ. പക്ഷെ അതിന് മുൻപ് അത് ഉണ്ടായിരിക്കാം ഇല്ലേ? കാരണം അത് ഗോത്രം ഇപ്പൊ നമ്മളെ ഇത് നമ്മള് പണ്ടത്തേക്ക് നോക്കണ്ട. നമ്മൾ ഇപ്പോഴുള്ള നമ്മളുടെ ഇപ്പോഴും ഇപ്പൊ നോർത്ത് സെന്റിനൽ ഐലൻഡ് ഒക്കെ നോക്കിയാൽ മതി. അവിടെയൊക്കെ ഇപ്പോഴും പഴയ ആൾക്കാരുണ്ട്. അതായത് സൊസൈറ്റിയിലേക്ക് നമ്മളെ ഇതിലേക്ക് വരാതെ നിൽക്കുന്ന ഈ ആദിമ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഗോത്രവർഗമായിട്ടാണ് താമസിക്കുന്നത്. ഇവർ ഭയങ്കര ഹോസ്റ്റൈലാണ്, ബാക്കിയുള്ളവരെ പുറത്തുനിന്ന് അടുപ്പിക്കൂല, ഭയങ്കര ഇതായിട്ടാണ് താമസിക്കുന്നത്. പക്ഷേ എന്താ നമുക്കിപ്പോൾ തന്നെ നോക്കിയാൽ കാണരുത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു. ആദ്യം ഇങ്ങനെ ഫാമിലി ആയിട്ടും ഇതായിട്ടല്ല നിന്നിരുന്നത്. പക്ഷെ വേറെ അന്നേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എപ്പോഴും ഒരാണെന്ന് പറയുന്ന ഒരാള് എപ്പോഴും വെട്ടിപ്പിടിക്കാനും എപ്പോഴും ഫൈറ്റ് ചെയ്യാനും സ്വന്തം ഇണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടി കാര്യങ്ങൾ നേടാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ ഒരു കുട്ടി ഉണ്ടായി പിന്നെ അടുത്ത ഫാമിലിയിൽ അടുത്തൊരു പെണ്ണിനെ കണ്ട് അട്രാക്ട് ആകുമ്പോൾ ആളെ ഏൺ ചെയ്യണം. പക്ഷെ ആണുങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു പെണ്ണിലായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ പെണ്ണിനെ നിൽക്കാൻ പറ്റില്ല. നമ്മളെ ചിന്ത ചിലപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി പോവില്ലേ? നമ്മളെ ബയോളജിയോടെ വർക്ക് ചെയ്യില്ലേ? അതായത് പെണ്ണല്ല അതിനുള്ള അതെ, നമുക്ക് കുറെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അട്രാക്ഷൻസ് വരില്ലേ? ഓക്കെ, ഒരാണിന് ഒരു പെണ്ണിനോട് അട്രാക്ഷൻ വരുള്ളൂ, പെണ്ണിനോട് അട്രാക്ഷൻ വരുള്ളൂ. അതിൽ കൺഫ്യൂഷൻ ഇല്ല. ആ സമയത്ത് ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ട്രാൻസ്ജെൻഡർ ആ ഐഡന്റിറ്റി ഒക്കെ കണ്ടുപിടിച്ചത് ഇപ്പോഴായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അത് കുറെ മുന്നേ ഉണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ട്രെയിനിലൊക്കെ ആൻഷ്യൻ ടൈംസിലെ കാര്യം പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഉണ്ട്, കുറെ മുൻപൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ആ മഹാഭാരതത്തിലൊക്കെ പറയുന്നത് സമയത്ത് ഞാൻ മനസ്സിലാക്കിയതോളം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ, അതായത് അന്ന് സമയത്ത് വെട്ടിപ്പിടിക്കേണ്ട സമയമാണല്ലോ. കാരണം ഗല്ലികൾ, അതായത് സ്ട്രീറ്റ് ഒന്നും ഇല്ല അന്ന്. ഓരോ പ്രദേശങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് ആയിരിക്കും. മനസ്സിലായില്ലേ? അവർക്ക് ആ സമയത്ത് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി കൺഫ്യൂഷന്റെ ആവശ്യം വരില്ല. ആണായവൻ പടവെട്ടാൻ പോണം, പെണ്ണായവൻ കുടുംബം നോക്കണം. അതാണ് എപ്പോഴും നമ്മളിതിൽ മനസ്സിലാക്കാത്തൊരു കാര്യമായി. നമ്മളെല്ലാവരും നമ്മള് ബാക്കിലേക്ക് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ പടവെട്ടുന്ന ആളായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പൊ സിനിമയിലൊക്കെ അന്ന് പടവെട്ടുന്നതാണെങ്കിൽ ഇന്ന് പണിയെടുത്ത് കഷ്ടപ്പെടുന്നത്. അതല്ല, അന്ന് പടവെട്ടുന്ന ആൾക്കാരായിട്ട് കാണുമ്പോ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ എന്താണ്, അത് രാജാക്കന്മാര് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിരുന്നത്. സാധാരണക്കാരന് യുദ്ധമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ രാജാക്കന്മാർ കൊണ്ടുപോയിട്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. സാധാരണക്കാരന് ജീവിച്ചു പോയാൽ മതിയായിരുന്നു, ഭക്ഷണം കിട്ടിയാൽ മതിയായിരുന്നു. അതിന് സൈന്യത്തിൽ കൂടിയാലേ ഭക്ഷണം കിട്ടുള്ളൂ, അങ്ങനെ പോയിരുന്നത്. അല്ലാതെ നമ്മൾ യുദ്ധം ചെയ്യണം എന്നല്ല. എല്ലാവർക്കും, അധികം ആൾക്കാർക്കും വേണ്ടിയിരുന്നത് സമാധാനപരമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ലൈഫ് പീസ്ഫുൾ ആയിട്ട് പോകണം എന്നാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ രാജാക്കന്മാരുടെ അവർക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ സ്ഥലം വേണം, കൂടുതൽ രാജ്യം വേണം എന്നുള്ള അത്. നമ്മൾ പിന്നെ കണ്ടിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മൂവീസും ഫുള്ളും രാജാക്കന്മാർ തന്നെ അല്ലേ. ആ രാജാക്കന്മാരുടെ 1% 1% എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അവരുടെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ
അന്നത്തെ മെജോറിറ്റിയുടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എല്ലാവരും സാധാരണക്കാരാണ്. അല്ല, ഈ മനുഷ്യന്മാരെ യുദ്ധം ചെയ്യാനാണ് താല്പര്യം ശരിക്കും പറഞ്ഞാല്. മനുഷ്യന്മാരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, അതായത് ആണുങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പണ്ടുള്ള ആൾക്കാരെ കണ്ടില്ലേ, ഈ ഫറോവ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരൊക്കെ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. കാരണം അവരുടെ ഇപ്പൊ ബോഡി ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നതിന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ പോലും അതൊന്ന് നമുക്ക് മെഷർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഭയങ്കര ടോളസ്റ്റും ഭയങ്കര ബിഗ്ഗസ്റ്റ് ഒക്കെ ആൾക്കാരായിരുന്നു. അന്നത്തെ ആൾക്കാർ അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര ഹാർഡ് വർക്ക് എന്തോ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിക്കായിരിക്കാം, ചിലപ്പോൾ സൊസൈറ്റിക്കായിരിക്കാം. കാരണം ഒരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. മനസ്സിലായില്ലേ? പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിന് ഏൺ ചെയ്യപ്പെടേണ്ട ഒരാളും. മനസ്സിലായില്ലേ? അന്നത്തെ സമയത്ത് അങ്ങനെയായിരുന്നു. ഒരു പെണ്ണിന് വേണ്ടി ആയിരുന്നു നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലേ. ഒരുവിധ ഹിസ്റ്ററീസ് ഒക്കെ എവല്യൂഷണറി ഇത് വെച്ചിട്ട് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ്. എവല്യൂഷണറി ബയോളജി വെച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഒന്ന് നല്ലത് ഒന്ന് മോശം എന്ന് പറയാനില്ല, രണ്ടു പേർക്കും വളരെ ഇമ്പോർട്ടന്റ്. ഒന്നും മോശമല്ല. ഞാൻ പറയുന്നത് അവർക്ക് അവരുടേതായ ഡ്യൂട്ടി നിർവഹിക്കാനുണ്ട്, ആണിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും അവർ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ആണ് ഒന്നുകൂടി റെസ്പോൺസിബിൾ ആയിരുന്നു. പാട്രിയാർക്കി ഉണ്ടായിരുന്നു. ആൺ തന്നെ ആയിരുന്നു. ആണിനൊരു കൺഫ്യൂഷനും ഇല്ല. പാട്രിയാർക്കൊക്കെ ഫാമിംഗ് സിവിലൈസേഷൻ വന്നിട്ടാണ് വരുന്നത്. അതായത് ഫാമിംഗ് ഇല്ലേ, നമ്മൾ ഫാമിംഗ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഹണ്ടർ ഗ്യാദറേഴ്സ് പോയി ചെറിയ ട്രൈബ്സ് എന്നുള്ളിടത്തുനിന്ന് പിന്നെ 100 കണക്കിന് 200 കണക്കിന് ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന അന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. ലൈഫ് ഫെസിലിറ്റി വരുമ്പോൾ അതിനനുസരിച്ച് ഒരു കുടുംബം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും ഒരു കൺസെപ്റ്റ് അതിന് മുൻപ് ഉണ്ടായിരിക്കാം. ഇണയുടെ കൂടെ ഉണ്ടാവുന്ന ഒരു കുട്ടി, അങ്ങനെയുള്ള ഒരു കുടുംബം എന്നുള്ളൊരു മൈൻഡ് സെറ്റിംഗിൽ അന്ന് ഉണ്ടായിരിക്കാം. അന്നത്ര ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അന്ന് എന്നിട്ട് എങ്ങനെ പറയുന്നത് വെച്ചാൽ, ഞാനിതിപ്പോ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, മൈത്രേന്റെ വീഡിയോ ബുക്ക് നമ്മൾ ഷൂട്ട് ചെയ്തല്ലോ, അതിപ്പോ 35 എപ്പിസോഡ് ഉണ്ട്. അത് ഫുള്ളി ഇരുന്ന് കേട്ടിട്ട് മൂപ്പരിത് കറക്റ്റ് പറഞ്ഞിരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളെ ഇതിൽ ഫാമിലി എങ്ങനെ സിസ്റ്റം കൊണ്ടുവന്ന് വെച്ചാൽ, പണ്ടൊക്കെ പറഞ്ഞാല് മൂപ്പര് പറഞ്ഞതാ അതിന് കിട്ടിയ ആ ബുക്കിൽ നിന്ന് കിട്ടിയ കാര്യം ഞാൻ പറയുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ എന്താ പറയുക, കുറേ മനുഷ്യന്മാരുണ്ടായിരുന്നു പണ്ട് ഈ ട്രൈബില് ഫാമിങ് തുടങ്ങിയതിന് ശേഷം ആൾക്കാർക്ക് കൂടുതൽ ഒരുമിച്ച് താമസിക്കാൻ പറ്റി. അങ്ങനെ ഫാമിങ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ മറ്റ് ട്രൈബൽ എന്നുള്ളത് മാറിയിട്ട് മറ്റ് ട്രൈബുകളൊക്കെ എൻസ്ലേവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇത് ബിഗ്ഗർ വലിയ സാധനമായി. അപ്പം അന്ന് ഈ ശരിക്കും വേറുള്ളവരെ റെയ്ഡ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് ഹ്യൂമൻ. ഫസ്റ്റ് ടൈം വേറൊരു ട്രൈബിനെ ആക്രമിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്. അപ്പം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ്ടായെച്ചാൽ ജനറൽസ് ഉണ്ടാവൽ തുടങ്ങി. ഈ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന ജനറൽസ്. അപ്പം ഈ ജനറൽസ് ഈ ആൾക്കാർക്ക് കൊടുത്ത വാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും ഓരോ പെണ്ണിനെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം വരുന്നത്. ഈ എൻസ്ലേവ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാർ താഴ്ന്ന ജാതിക്കാരെന്നുള്ള ലെവലിൽ അങ്ങനെ ജാതി ഉണ്ടായി. അങ്ങനെയാണ് ആ ഫാമിംഗ് കമ്മ്യൂണിറ്റി എന്നാണ് ശരിക്കും എല്ലാം പൊന്തി വരുന്നത്. ഒരു പരിധിവരെ പരാമർശം ശരിയായിരിക്കാം. പക്ഷെ അതിന് മുൻപ് വരെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നിരിക്കാം. ഫെസിലിറ്റി വരുന്നത് അപ്പോഴായിരിക്കാം. കാരണം ആണായി ജനിച്ചു കഴിഞ്ഞാൽ ആണിനുള്ള എല്ലാ വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലോ. അത് ഒരു സമയത്ത് വരുന്ന ആവില്ലല്ലോ. ആ സമയത്ത് അവര് വേണ്ട കാര്യങ്ങൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. കാരണം ഒരുമിച്ച് ജീവിക്കാൻ. ഈവൻ ഈ ഫാമിങ് തുടങ്ങുമ്പോഴാണ് ഈ നമ്മള് ഒരു പെണ്ണിന്റെ മേലെ ഫോഴ്സ് ചെയ്യുന്നൊക്കെ സാധനമൊക്കെ വന്നത്. അതായത് കുറെ സ്വഭാവങ്ങളില്ലേ ഹ്യൂമൻ സൈക്കോളജി വൻ മാറ്റം വന്നിട്ടുള്ള സമയമാണ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. മതം കയറി വരുന്നത്. ഒരു ട്വിസ്റ്റിംഗ് സംഭവം പറയട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാര് ഇപ്പോൾ ആണ് പിന്നെ തീരുമാനിക്കുകയാണ് ഓക്കെ കൂടുതൽ സ്ട്രഗിൾ ചെയ്യാം, കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവം കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓരോ പെണ്ണിനെ ഓഫർ ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ. അതായത് എപ്പോൾ ആണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആണോ ആ ടൈം എത്തിയപ്പോഴായിരിക്കാം, ഞാൻ അസംപ്ഷൻ പറയാണ്, ആയിരിക്കാം ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലേ? അതിൽ അംഗീകരിക്കുന്നുണ്ടോ? എങ്ങനെ? അതായത് ഈ ആണുങ്ങൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതായത് കേപ്പബിൾ ആവുമ്പോഴാണല്ലോ ഓരോരുത്തർക്കും ഓരോ പെണ്ണിനെ ഓഫർ ചെയ്യുന്നത്. ആ സമയത്ത് ആയിരിക്കില്ലേ? ആ സമയത്തോ? അതെ, ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പണ്ടേ മനുഷ്യൻ്റെ ഇപ്പോൾ നമ്മളുടെ ആണുങ്ങളുടെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രശ്നം എന്ന് പറയാൻ പറ്റുമോ, നമ്മളുടെ ബയോളജിയിലുള്ളതല്ലേ സെക്ഷൽ ഡ്രൈവും ആ മൾട്ടിപ്പിൾ ആവാന്നുള്ള ലൈഫിൽ തന്നെ ഉള്ളതാണ്. മൾട്ടിപ്പിൾ ആവുക എന്നുള്ള സാധനവും പിന്നെ അതാണ് നമ്മളുടെ ഒരു വീക്ക്നെസ് അല്ലേ അത്.
അപ്പൊ അത് എന്നും അന്നും ഇന്നും ഒക്കെ അത് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആയിരിക്കില്ല. അതായത് നമ്മൾ മെയ്റ്റിനെ ചൂസ് ചെയ്യാന് മെയ്റ്റിനെ ചൂസ് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബെറ്റർ മാൻ ആവാൻ പാൻഡുട്ടീറ്റൊക്കെ പറയുന്ന ഒരു സാധനമില്ലേ, അതെ, ബി എ ബെറ്റർ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആണുങ്ങളോട് പറയുകയാണെങ്കിൽ അതേ കംപ്ലീറ്റ് മാൻ നിന്നും നമുക്ക് എങ്ങനെ നമ്മൾ ഇൻഡിവിജ്വൽസ് എല്ലാവരും യുണീക്ക് അല്ലേ, നിങ്ങളിപ്പോ ഉള്ളീനെക്കാട്ടി ബെറ്റർ ആവുക, നിങ്ങളിപ്പോ ഉള്ള ഡിഫറൻസ് ഉണ്ട്, ബെറ്റർ ആവുക. കംപ്ലീറ്റ് മാൻ കംപ്ലീറ്റ് പേഴ്സൺ ഇസ് ഡിഫറെന്റ്. മാൻ ആയിട്ട് ജനിക്കുമ്പോൾ മാനായിട്ടുള്ള കാപ്പബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കാണിക്കുക. അത് അതിൽ എവിടെ വ്യത്യാസം വരുന്ന അറിയോ, ഇപ്പോ അനക്കുള്ള മാൻലിനെസ് ആവില്ല വേറൊരാൾക്കുള്ള മാൻലിനെസ്. നമ്മൾ 8 ബില്യൺ ആൾക്കാരുണ്ടാവുമ്പോൾ 8 ബില്യൺ യുണീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിലുള്ള പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ പല രീതിക്കും ആൾക്കാരുണ്ടാവും. വീക്ക് പീപ്പിൾ ഉണ്ടാവാം, പക്ഷേ വീക്ക് പീപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അവരങ്ങനെ യുണീക്കാണ്. യുണീക്ക് ആയിരിക്കാം, അക്സെപ്റ്റബിൾ. പക്ഷേ എങ്ങനെ ഒരാളെ വീക്ക് എന്ന് പറയാൻ പറ്റുക? പക്ഷേ അക്സെപ്റ്റബിൾ. നമ്മൾ മാലിനസ് പറയുന്നത് നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കാനോ മറ്റു കാര്യം ചെയ്യാനോ സ്ട്രൈവ് ചെയ്യുക, മനസ്സിലായില്ലേ? നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് റിമൈൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വേറൊന്നുമില്ല, അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ റിമൈൻഡ് ചെയ്യുന്നു, അതായത് ഇങ്ങനെയൊക്കെയാണ് ഒരു റിയൽ മാൻ, ഒരു മോട്ടിവേഷൻ, അതായത് ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ മാൻ. അതായത് ബെറ്റർ ഹ്യൂമൺ ആവാൻ നോക്കുക എന്നുള്ളതല്ല, ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ അവിടെ എന്തിനാ ഒരു ജെൻഡർ ഗ്യാപ്പ് വെക്കുന്നത്? അതും കൂടി ബ്രേക്ക് ചെയ്യണ്ടേ? ജെൻഡർ ഗ്യാപ്പ് ബ്രേക്ക്. എല്ലാവരും യുണീക്കാണ്, ഇൻഡിവിജ്വൽസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ പെണ്ണാണ് ഇവനെ ആണാണെന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പെണ്ണാണ് ആണെന്നുള്ളതുകൊണ്ട് നമുക്ക് റൈറ്റ്സ് നിഷേധിക്കേണ്ട ഒരു ആവശ്യമല്ല. പക്ഷേ നല്ലൊരു പോയിന്റ് ആണ്. റൈറ്റ്സ്, കാരണം അവര് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ജെൻഡറാണ്, അങ്ങനെ മനസ്സിലായി. അതെ, നമുക്ക് റൈറ്റ്സ് ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ റൈറ്റ്സ് പറയുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് അവരങ്ങനെ ആയിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുമ്പോൾ ഇഷ്യൂസ് അല്ലേ. അതാണ് ഞാൻ ഇപ്പോഴും, അതെനിക്കിപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഈ ഒരു സെയിം ആക്ടിവിറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് കമ്മിങ് ജനറേഷനിൽ അത് കംപ്ലീറ്റ്ലി വിയേർഡ് ആയിട്ടുള്ള സംഭവമായിരിക്കും വരിക. ഇപ്പോൾ ഇവർ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നു, നെക്സ്റ്റ് ആനിമൽസ് ആണെന്ന് പറയുന്നു, ഭാവിയിൽ വേറെ എന്തോ ആണെന്ന് പറയാം. ഇതിന്റെ കൺസേൺ ശരിക്കും കുട്ടികളിലേക്ക് എത്തുന്നത് അതല്ല കേട്ടോ. ശരിക്കും എൻ്റെ കുട്ടികളിലേക്ക് എത്തുന്നതിൽ എൻ്റെ കൺസേൺ ഇവിടെ വെച്ചാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ പല കുട്ടികളും എല്ലാവരും ഒരു സ്പെക്ട്രത്തിലല്ലേ, എല്ലാവരും പലരും ചിലപ്പോൾ ഓട്ടിസ്റ്റിക് ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരുമോ എന്നുള്ള പേടിയിലൊക്കെയാണ് ഞാൻ അത് കുട്ടികളിലേക്ക് എത്തരുത് പറയുന്നത്. കുട്ടികളിലേക്ക് എത്തരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ശരിക്കും വേറൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അഡ്രസ് ചെയ്യും. ഇതിപ്പോ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഒരു നാനോ ഫാമിലി അങ്ങനെ ഒരു കൾച്ചറിലേക്ക് വരികയാണല്ലോ. എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സമയം തുടങ്ങിയല്ലോ. അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് ഇപ്പോൾ ജർമ്മനിയിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ അതിൽ ഡിവോഴ്സ് നടന്നിരിക്കാം, അതിൽ ചിലപ്പോൾ അവർ ഒറ്റയ്ക്ക് മദറിൻ്റെ കൂടെ പോയിരിക്കാം. അവർ കംപ്ലീറ്റ് ഐസൊലേഷനാണ് ഫീൽ ചെയ്യണത്, മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ഐസൊലേഷൻ. പിന്നെ ഇവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവരുടെ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ആണ്. ഈ കമ്പ്യൂട്ടറിലൂടെ കിട്ടുന്നത് അവർക്ക് റാപ്പ് മ്യൂസിക്. ഇപ്പോൾ ഇതിൽ മെർക്കുറി എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ലിറിക്സ് ആണ്. ഇങ്ങനത്തെയൊക്കെ മ്യൂസിക്സ് ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഡോട്ടർ കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ലിറിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് വേർഡ്സ് ഒക്കെയാണ് കുട്ടികൾ കേൾക്കുന്ന ആ സമയത്ത്, അത് ന്യൂ ജനറേഷൻ. അപ്പോൾ ഇവരിങ്ങനെ കേട്ട് വരിക, പിന്നെ ഇങ്ങനെ അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് പഠിക്കുക, അത് സെർച്ച് ചെയ്യുമ്പോൾ പോണോഗ്രാഫിയിലേക്ക് പോവുക. അങ്ങനെ ഇവർക്ക് എല്ലാ മേഖലയിലും പെട്ടെത്തിപ്പെടാൻ പറ്റുന്നൊരു ഫെസിലിറ്റി രൂപപ്പെടുക, അത് മിസ്യൂസ് ചെയ്യപ്പെടുക. അങ്ങനെ ആൾക്കാർക്ക് പല ചിന്താഗതികൾ വരും, മനസ്സിലായില്ലേ? ചില ക്രൈമുകൾ ചിലർക്ക് ശരിയായിരിക്കാം, ചില സെക്ഷുവാലിറ്റി ചിലർക്ക് ശരിയായിരിക്കാം. അങ്ങനെയുള്ളൊരു ചിന്താഗതി രൂപപ്പെടും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അത് വൈകൃതപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പഠിച്ച കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലാക്കിയ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റുപറ്റിപ്പോയതല്ല. ഈ പുതിയൊരു ജനറേഷൻ മിസ്യൂസ് ചെയ്തതിന് പ്രകാരം അങ്ങനെ ആൾക്കാർ മാറിപ്പോകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അതൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത്. കാരണം ജെൻഡർ ഏജ് ഡിഫറൻസ് ഇല്ലാതെയൊക്കെ ആൾക്കാർ ഈ ആക്ടിൽ ഏർപ്പെടുന്നതും അത് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതൊക്കെയാണല്ലോ ഈ ഇൻഡസ്ട്രികൾ. അപ്പോൾ ഇത് അവർ പല രീതിയിൽ കൺസ്യൂം ചെയ്യാം, മനസ്സിലായില്ലേ? ഇതിന്റെ സിസ്റ്റം ഉണ്ടാവും പിന്നിൽ ഇതൊക്കെ ഇങ്ങനെയാണ് രൂപകൽപ്പന. കാരണം അത് എന്താണ് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ
അത് മാർക്കറ്റിന് അത്രയും ആവശ്യമുള്ള സാധനമാണ്. കാരണം അത്രയും ആൾക്കാർ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇന്ത്യ പോലത്തെ രാജ്യത്തൊക്കെ ഭയങ്കര സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇന്റർനെറ്റ് അൽഗോരിതം വർക്ക് ചെയ്യുന്ന തന്നെ ഈ ഹ്യൂമന്റെ ഇൻട്രസ്റ്റ് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ഈ മേഖലകളിൽ എന്തിനൊക്കെയാണ് ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളെ പോപ്പപ്പ് ചെയ്യുള്ളൂ ഇന്റർനെറ്റിൽ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോ ആദ്യമൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ ആൾക്കാർക്ക് അത് ഒബ്വിയസ്ലി അതിൽ ഓപ്പൺ അല്ലേ. അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ വെള്ളം, വായു, വെള്ളം, ഭക്ഷണം പോലെ തന്നെ ഒരു ഹ്യൂമൻ റൈറ്റ് ആയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഹ്യൂമൻ റൈറ്റ് എന്നല്ല, അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടാവുമ്പോൾ ഇതൊക്കെ എക്സ്പോസ്ഡ് ആവും. എങ്ങനെ അതിലൂടെ സർഫ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിലൂടെ നാവിഗേറ്റ് ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിപ്പിക്കേണ്ടത്. മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ നമ്മളും അതിനെ ഇൻവോൾവ് ആൻഡ് ഫോഴ്സ്ഡ് ആകപ്പെടും. അത് അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ എല്ലാ കാര്യം കൊണ്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒരു പൊളിറ്റിക് പാർട്ടിയുടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം പേരെ മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ പാർട്ടിയിലേക്ക് പോവുള്ളൂ. കാരണം അത് അങ്ങനെയാണ്, മെജോറിറ്റിയാണ് എപ്പോഴും നോക്കാറ്. അപ്പോൾ കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയും ഇതെന്നെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള മൈനോറിറ്റിയും ഇതിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഒരു സോഷ്യൽ സ്ട്രക്ചർ, ഈ ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സോഷ്യൽ സ്ട്രക്ചറാണ് ശരിക്കും. ഇപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്ന സാധനം നിർബന്ധം പറയാണ് നമ്മൾ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ആണായിട്ട് ജനിച്ചാൽ നമ്മൾ ആണായിട്ട് തന്നെ വളരണം, നിർബന്ധമാണ്, നിർബന്ധിക്കുകയാണ്. ആ നിർബന്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ അങ്ങനെ അല്ലാതെ വളർന്ന ഒരാൾ എന്താ ചെയ്യുക? അങ്ങനെ അല്ലാതെ വളരാനുള്ള സാഹചര്യം ഉണ്ടായില്ലേ? കാരണം പുതിയ ഈ ഒരു ന്യൂ ജനറേഷൻ കൾച്ചർ കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ആൾക്കാർ ഐസൊലേറ്റ് പെടുമ്പോഴല്ലേ ഇങ്ങനെ ഒരു ചിന്താഗതി രൂപപ്പെടുക. ആൾക്കാർ ഐസൊലേറ്റ് പെടുമ്പോഴാണ്. അത് മാത്രമല്ല, ഈ പ്രോബബിലിറ്റീസ് അത്രയാണ്. ഇപ്പൊ ഈ ഓരോ ജെനറ്റിക്സും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഹ്യൂമൻസ് മിക്സായി എങ്ങനെ ആൾക്കാരുണ്ടാവാം. അത്രയും പ്രോബബിലിറ്റി 8 ബില്യൺ ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഒരു 8 ബില്യൺ ആൾക്കാരുണ്ടാവുമ്പോൾ അതിൽ എന്തായാലും 1% സൈക്കോപാത്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. 100ൽ 1 സൈക്കോപാത്സ് ആയിരിക്കും. അപ്പോൾ 0.8 or 9% സൈക്കോപാത്സ് ആയിരിക്കും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവരങ്ങനെ ജനിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് വന്നോണ്ടല്ലേ. അതിന് മുൻപ് വരെ നമ്മൾ ഇത് ഇല്ല, അത് ജെനറ്റിക്സ് ആണ് വർക്ക് ചെയ്യുന്നത്. സയൻസ് എന്ന് പറയുന്ന സാധനം ജീൻ അല്ലേ. ഒരു XY ക്രോമസോമും YY ക്രോമസോമും അല്ലാതെ ഓപ്പോസിറ്റ് സെക്സ് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ജനിച്ച് അതെ, അത് ബയോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. പക്ഷേ ഹോർമോണൽ ലെവലിൽ നമ്മൾ പറയുമ്പോൾ എനിക്കുള്ള അതേ ഹോർമോണൽ സാധനമാവില്ല എനിക്ക്. അങ്ങനെ പറയാൻ പറ്റില്ല. ഹോർമോൺസ് ആണുങ്ങൾക്ക് എപ്പോഴും ടെസ്റ്റോസ്റ്ററോൺ ആണ്. അതിന്റെ ലെവൽസ് വേരിയേഷൻ വരില്ലേ? അതാണ് ചോദിക്കുന്നത്. അതിൽ ലെവലിൽ വേരിയേഷൻ വരുമ്പോൾ ആൾക്കാർ ഡിഫറെന്റ് ടൈപ്പിലായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക. അത് ആ ടെസ്റ്റോസ്റ്ററോൺ വേരിയേഷൻ വരുന്നത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഒരു ആണായിട്ട് ജനിച്ച ആൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ അങ്ങനത്തെ ആക്ടിലേക്ക് അതായത് ലൈഫിൽ അങ്ങനത്തെ ഒരു ആക്ടിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അതൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വരും, ഫോഴ്സ്ഡ് ആകപ്പെട്ട് കഴിഞ്ഞാൽ. കാരണം ആ ഒരു ജനിച്ച വ്യക്തി ആണായിട്ട് നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ ആണായിട്ട് കിട്ടേണ്ട സാഹചര്യങ്ങൾ അവർക്ക് വരണം. ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ കൂടുതൽ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്ട്രക്ചറിലൂടെ ആയിരിക്കും ജനിച്ച് വളർന്നിട്ടുണ്ടാവുക. അവർക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള കഴിവുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫെമിനിസം അവർക്ക് രൂപപ്പെടുക, അങ്ങനെ വീട്ടിൽ തന്നെ ഒതുക്കിക്കൂടുക. പിന്നെ സ്വന്തം എല്ലാം ഇപ്പൊ ഇതിൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാം സ്പെക്ട്രായിട്ടാണ് തോന്നുന്നത് ഇതിൽ മാത്രം. ഇപ്പം എങ്ങനെ വെച്ചാൽ ഇപ്പോൾ 8 ബില്യൺ ആൾക്കാരുണ്ടെങ്കിൽ 8 ബില്യൺ യുണീക്ക് ഇൻഡിവിജ്വൽസ് ആണ്. എല്ലാവരുടെയും ഓരോ എക്സ്പീരിയൻസും അവരുടെ ലൈഫിൽ. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്ന ഒരു 50 മീറ്റർ ആണെങ്കിൽ പോലും അവരുടെ ലൈഫിൽ അത് ഒരു ഇത് നടത്തുന്നുണ്ട്, അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ 50 മീറ്റർ ഓട്ടോ ഡ്രൈവ് വരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ഡിഫറെൻ്റ് ആയിട്ട് യുണീക്കായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോകുന്ന യുണീക്കായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പോകുന്ന അതിൽ മാത്രം ആവണം എന്നില്ല. ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കും പോയിട്ട് അത് അയാളുടെ യുണീക്നെസ് ആണ്. അയാൾ അങ്ങനെയാണ്. പക്ഷേ അതായിട്ട് നിൽക്കുക. പഠിച്ചു വെച്ച മനസ്സിലാക്കി ഞാൻ അഡൾട്ടുകളുടെ കാര്യം പറയുന്നത് കേട്ടോ.
പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെച്ച ഇങ്ങനത്തെ ഒരു ഫാമിലി സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പുതിയ ആൾക്കാർ ഇതേപോലെ പുതിയ ചിന്താഗതി വെച്ചിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് വ്യതിചലിച്ച് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റമാണ് കൊളാപ്സ് ആവുന്നത്. മനസ്സിലായില്ല? പിന്നെ ഈ സിസ്റ്റം കൊളാപ്സ് ആവുന്നതിന് കൂടെ ഈ കമ്മിങ് ജനറേഷനും കൂടി ഇത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വരുമ്പോഴാണ് ആൾക്കാർ ഇത് ഫോഴ്സ് ആവപ്പെടുന്നത്. ആൾക്കാർ അപ്പൊ കൂടുതൽ ഫ്രീ അല്ലേ ആവുന്നത്? ഫ്രീ അല്ല ആവുന്നത്. ഇപ്പൊ ആക്ച്വലി ഒരാൾക്ക് അയാളുടെ ചുറ്റുഭാഗമുള്ള ഇതിനൊന്നും ചുറ്റുഭാഗമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നൊന്നും നീ അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് കേൾക്കാതെ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഫ്രീ ആയിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ജീവിക്കുന്നത് അല്ലേ ഫ്രീഡം? അങ്ങനെ ഫ്രീഡം ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു എത്തിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ജെൻഡേഴ്സ് ഇപ്പോൾ നമ്മൾ കണ്ടുവന്നിരുന്ന നമ്മൾ അമ്മ അച്ഛൻ അതുപോലെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള അതിൽ പഠിച്ചു വെച്ചിരുന്ന സംഭവങ്ങൾ പിന്നെ മാറിപ്പോവാണ്. അപ്പോൾ ഇങ്ങനെ മാറിപ്പോകുന്നതിന് നമ്മൾ എല്ലാ അവകാശങ്ങളും റൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവരെ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫ്രാൻസിൽ നടന്ന ഒളിമ്പിക്സ് എന്താ കണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നോൺസെൻസ് അല്ലായിരുന്നു. കാരണം അവർ ജീസസിനെ വരെ മോക്ക് ചെയ്തു, ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടൊക്കെ മോക്ക് ചെയ്തു. അങ്ങനെ എല്ലാവരെയും ട്രാൻസ്ജെൻഡർ ആയിട്ടും അതായിട്ടൊക്കെ മോക്ക് ചെയ്യുക, അങ്ങനെ പല ഇവരുടെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗോഡിനെ വരെ ഇൻവോൾവ് ചെയ്യുക ഉള്ള സംഭവങ്ങൾക്ക് വന്ന് ആ ഒരു ശരിക്കും അപ്പൊ ഇത് ബേസിക്കലി ഇത് റൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഗോഡ്ലി അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണോ? അവിടുന്നാണല്ലോ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് വരുന്നത്. അത് മാത്രമല്ല, കാരണം എന്താ വെച്ചാൽ കൺസർവേറ്റീവ് ആയിട്ട് ഭയങ്കര ബിലീഫ്സ് ക്യാരി ചെയ്യുന്ന ഇപ്പൊ ആക്ച്വലി ഇതാണോ അത് നടക്കുന്നത്? നമ്മൾ ജെൻഡേഴ്സ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, അങ്ങനെ പോയാൽ മതി. ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നൊരു സംഭവം കൂടി വരുന്നുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇപ്പോൾ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾക്കാർ കുറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ ആൾക്കാർക്ക് തുറന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ മനസ്സിലാക്കി വെച്ചൊരു മാലിനസും ഒരു ഫെമിനിസം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തകർന്നു പോവാണ്. ഇപ്പോൾ മാനും ഫെമിനിനൊന്നും ഇല്ല, ഇപ്പോൾ പലതായി എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരികയാണ്. എല്ലാവരും അവരെ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ ഒരു സോംബി കൾച്ചറിലേക്ക് പോലെയുള്ളൊരു പേടി നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ആരും ആകാമെങ്കിൽ ഭാവിയിൽ ഒരാൾക്ക് ഡെവിലും ആവാലോ. മനസ്സിലായില്ലേ? അതിപ്പോ എല്ലാത്തിലും ഇപ്പൊ അങ്ങനെ അല്ലാതെ നടക്കുമ്പോൾ അങ്ങനെ ആവുന്നുണ്ടല്ലോ. ഇപ്പോൾ റിലീജിയസ് ഇതിലൊക്കെ നോക്കുക, റിലീജിയസ് ഇതിലൊക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ റിലീജിയസ് ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എല്ലാവരും നല്ല ആൾക്കാരായിട്ട് നടക്കണ്ടേ? പക്ഷെ അതിലുണ്ടല്ലോ ആൾക്കാർ മെയിലിൽ ബോംബൊക്കെ കെട്ടിയിട്ട് പൊട്ടിത്തെറിക്കുന്നത്, ആൾക്കാർ പോയിട്ട് കുത്തി കൊല്ലുന്നത്. അപ്പോൾ അതിലുണ്ടല്ലോ അത് വരുന്നുണ്ടല്ലോ. അത് എപ്പോഴും ഒരു സൊസൈറ്റിയുടെ ഒരു ശതമാനം എപ്പോഴും അങ്ങനെ വരുന്നുള്ള അതിപ്പോൾ ഒരു ഭാഗം അങ്ങനെ. അതായത് സൊസൈറ്റിയിൽ ഇപ്പോൾ എന്താണ് അവരുടെ ഒരു പ്രതിസന്ധി, അവരുടെ ഒരു ഇത് അവർ ഫേസ് ചെയ്യുന്നത്, അവരതിനനുസരിച്ച് റിയാക്ട് ചെയ്യുമല്ലോ. അത് നമുക്ക് എന്താണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇത് ആക്ച്വലി ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ഫെമിനിസം ട്രംപും ഇതൊക്കെ വന്നത് ശരിക്കും ആ ഒരു കൺസർവേറ്റീവ് നമ്മൾ എന്താണ് ബാക്ക് ടു റിലീജിയൻ, ബാക്ക് ടു ബിലീഫ്സ് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിലീഫ്സ് ആ ബിലീഫ്സ് ആകുമ്പോൾ ശരിക്കും അതിൽ പറയുന്ന പോലെ ദൈവം ആണിനെ ഇതായി ജനിച്ചു, ആണും പെണ്ണും എന്ന് പറഞ്ഞിട്ട് തന്നെ പറയുന്നത്. അങ്ങനെ തന്നെ വേണ്ടത്. കാരണം ആക്ച്വലി ബാക്ക് ടു റിലീജിയൻ അല്ല, ബാക്ക് ടു ഫെയ്ത്ത്. നമ്മൾ എന്തിനു ജനിച്ചു, പർപ്പസ് ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ എങ്ങനെ ജനിച്ചു, നമ്മുടെ കാപ്പബിലിറ്റി എന്താണ്, അതിനനുസരിച്ച് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും, നമുക്ക് ആര് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു എന്താ പറയുക, ഒരു വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം. അതെ, നമ്മൾ ഇനി സൈക്കോളജിക്കൽ ഇഷ്യൂസ് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഗ്രസീവ് ആവണം, അല്ലെങ്കിൽ എന്താണ് ഇതാവണം. അഗ്രസീവ് ആവണം എന്നുള്ളതല്ല, പ്രൊട്ടക്റ്റീവ് ആവണം. നമ്മൾ എന്തുകൊണ്ട് നമുക്കൊരു ഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കും, അതല്ലാതെ എന്തുകൊണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു ഇത് പോയിക്കൂടാന്നല്ല. ആ ലാസ്റ്റത്തെ നമ്മളെ ബോറിംഗ് ആയിട്ടുള്ള ആ മെന്റാലിറ്റി ഇല്ലേ, ഇപ്പൊ നമ്മൾ തിരിച്ചടിക്കണം, റിവെഞ്ച് ചെയ്യണം, അതും കൂടി അത് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഇതിലുള്ള സാധനം തന്നെയാണ് അത്. പക്ഷെ അതും കൂടി മാറ്റി കഴിഞ്ഞാലേ നമുക്ക് ഹോൾ വേൾഡ് ഒന്നാവാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ സാധനം ഇല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ ആൻഷ്യൻ ടൈമിലുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞു വരുന്നത്. അന്ന് ആൾക്കാർ സർവൈവ് ചെയ്തിരുന്നത് മറ്റു പ്രദേശത്തുള്ള ആൾക്കാരെ തോൽപ്പിക്കുക, കീഴ്പ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
അവരുടെ സത്യം പറഞ്ഞ അവർക്ക് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കണ്ട, അവർക്ക് അവരുടെ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ഫലധാന്യങ്ങൾ സൂക്ഷിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ആവശ്യം. അതിനുവേണ്ടി അവർ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അന്നത്തെ ഒരു പ്രശ്നം. പിന്നെ ഈ കറൻസി സമ്പ്രദായം, ബാർട്ടർ സമ്പ്രദായം ഇപ്പൊ ലോകം നിൽക്കുന്ന എവിടെ വെച്ചാൽ, ഇപ്പൊ ഈ നേരത്തെ ക്രിപ്റ്റോനെ പറ്റി പറഞ്ഞല്ലോ, ഇപ്പൊ ലോകം നിൽക്കുന്ന വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്കയിലേക്ക് എനിക്ക് വലിയൊരു സംഖ്യ എയർപോർട്ടിൽ കൂടി വേണമെങ്കിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ എത്തിക്കുക, ഓവർ ദ നൈറ്റ് എത്തിക്കുക. ആക്ച്വലി ഇതിലൊക്കെ സംഭവമുണ്ട്, അവിടെ എത്തി നിൽക്കുന്നത് വേൾഡ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക. നമ്മള് മോദി എപ്പോഴും നമ്മൾ പറയും ആളൊരു മണ്ടനാണ്, അല്ലെങ്കിൽ ആളൊരു നമുക്കെതിരെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അല്ല, മോദി വന്നപ്പോഴും മോദി മനസ്സിലാക്കിയിരുന്നു ഇവിടെ ഒരു മണി ലോണ്ടറിങ്ങിന്റെയും ഹവാല പണത്തിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ മൂപ്പരുടെ അന്നത്തെ ഒരു എന്താ പറയാ ഫെസിലിറ്റി വെച്ചും അവരുടെ ഒരു അഡ്വൈസറെ വെച്ചിട്ടൊക്കെ മൂപ്പർക്ക് ഇതാണ് മനസ്സിലായത്, ഇത് സോൾവ് ചെയ്യാൻ 500 കറൻസി ക്യാൻസൽ ചെയ്യുക, അങ്ങനെ ഹവാല പണം നമ്മളെ ബാങ്കിലേക്ക് വരുത്തുക, ഗവൺമെന്റ് സെൻട്രലൈസ്ഡ് ആക്കുക എന്നുള്ള സംഭവം അന്ന് മൂപ്പര് വിചാരിച്ചത് അതായിരുന്നു. പക്ഷെ 500 ക്യാൻസലേഷൻ കൊണ്ട് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അതിൽ വേറൊരു വലിയൊരു വിജയം ഒരുക്കുണ്ട്. അതായത് മോഡി അവരെന്താ ചെയ്തെന്ന് വെച്ചാല് അവരുടെ പൈസക്ക് ഇത് മുൻകൂട്ടി തീരുമാനം എടുക്കാൻ പോകുന്നിട്ട് അവരുടെ പൈസക്ക് അവർ സേഫ് ആക്കി, ബാക്കിയുള്ള പാർട്ടികളൊക്കെ തകർത്തു, ഏകപക്ഷീയമായ ഒരു പാർട്ടിയായി മാറി. നിയറസ്റ്റ് അതാണ് അവരിപ്പോഴത് ആഘോഷിക്കുന്നത്. ക്ലോസസ്റ്റ് കക്ഷികളൊക്കെ കാര്യങ്ങൾ ബാക്കിയുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അല്ല, അത് സ്ട്രാറ്റജി ഒരു പ്രസിഡന്റ് വൈസ് ഒരു സ്ട്രാറ്റജി ഇങ്ങനെ ഉണ്ടായിരിക്കാം. കാരണം ഞാൻ ഫിനാൻസ് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, അല്ലാതെ മോദിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ല. അങ്ങനെ ഒരു പ്രസിഡന്റ്, ഏതെങ്കിലും ഒരു വ്യക്തി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ എങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു വ്യക്തി ഈ സ്ഥാനത്തേക്ക് വരുമ്പോ, പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ കൺട്രിയിലുണ്ട്, നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്തോടെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാതിരിക്കാം. അപ്പോൾ ഈ ട്രംപ് വന്നപ്പോഴും മനസ്സിലാക്കിയതാ. അപ്പോൾ നമ്മുടെ ഇപ്പൊ ഹവാല മൊത്തം ഇതിലാണ്, ക്രിപ്റ്റോയിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം? അപ്പോൾ നമ്മൾ അമേരിക്ക ഒരു ക്രിപ്റ്റോ റിസർവ് ആക്കണം, മനസ്സിലാക്കിയില്ലേ? എന്നിട്ട് ഇതൊരു സെൻട്രലൈസ്ഡ് ആക്കണം. കാരണം ഈ ആരും അറിയാത്ത സതോഷി നാക്കമോട്ടോയുടെ കീഴിലുള്ള ബിറ്റ് കോയിൻ എല്ലാവരും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഒരു സെൻട്രലൈസ്ഡ് ആണ്, എല്ലാവരും ഹോൾഡ് ചെയ്തോട്ടെ. അങ്ങനെയാണ് മൂപ്പര് ഈ അതായത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ XRP മറ്റു കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി. കാരണം മൂപ്പര് ആകെ ഒരു 4 കോയിൻസേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ബിറ്റ് കോയിനും ഉണ്ട് ആക്ച്വലി. കാരണം എനിക്ക് എപ്പോഴും ഈ എന്താണ് ക്രിപ്റ്റോയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇപ്പൊ ബിറ്റ് കോയിൻ ഇത്തീരിയും വാങ്ങുകയാണെങ്കിൽ അത് രണ്ടുമാണ്. അല്ല ഞാൻ പിന്നെ പറഞ്ഞത് അത് മാത്രമേ അതിലൊരു പണ്ടൊട്ടിട്ടുള്ള സാധനം, ബാക്കിയുള്ളതിലൊക്കെ ഒരു വിശ്വാസക്കുറവാണ്. ഒരു പ്രശ്നമില്ല, പറഞ്ഞ കൺസെപ്റ്റ് വളരെ ശരിയാണ്. പക്ഷേ ഇതുവരെയും ബിറ്റ് കോയിനും വളരെ ടോപ്പ് 2 കോയിൻസ് ആണ്. പക്ഷേ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല് അതൊരു സേഫ് ബെറ്റ് ആയിട്ട് തോന്നുന്നു, ബാക്കിയുള്ളതൊന്നും എനിക്കറിയാം. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയില്ലേ? കാരണം ആക്ച്വലി ഇപ്പോൾ പ്രസന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ $85,000 ഉള്ളൂ. പിന്നെ ബാരിഷ് പാറ്റേൺ ആണ്. ഈ ബാരിഷ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്ര ക്യാഷുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു, ചിലപ്പോൾ അത് ഇനിയും ഡൗൺ ട്രെൻഡിലേക്ക് പോവാം. അപ്പോൾ ഈ 85 ഉള്ളത് ചിലപ്പോൾ 70,000 ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ 10,000 ഉണ്ടെങ്കിൽ അത് റിവേഴ്സിലേക്ക് പോവാം, മനസ്സിലായില്ലേ? അപ്പോൾ ആക്ച്വലി യു വിൽ ലൂസ് യുവർ മണി. ഇതിന് എന്റെ ഫ്രണ്ട് ഇതിന് ബോട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ബിനാൻസ് പോലുള്ള പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോട്ട്സ് ഉണ്ട്, അതിൽ അവർക്ക് നമുക്ക് ഫോളോ ചെയ്യാം. പക്ഷേ ഗ്യാരണ്ടീഡ് അല്ല, അവർ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് അതേപോലെ ഫോളോ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റില്ല. ഇതിൽ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. ബോട്ട്സിന് ഡേ ട്രേഡിംഗ്, ഫണ്ടമെന്റൽ ട്രേഡിംഗ്, അങ്ങനെ കുറെ ട്രേഡിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഫോക്കസ്ഡ് ഓൺ ലോങ് ടേം ട്രേഡിംഗ്. ഫണ്ടമെന്റലി ഒരു ഫണ്ടമെന്റൽ ആയിട്ടൊരു കോയിൻ ചൂസ് ചെയ്തിട്ട് അതിലേക്ക് ലോങ് ടേം ട്രേഡിങ് ചെയ്യുന്നതാണ് സേഫസ്റ്റ് വേ. അപ്പോൾ നമ്മൾ ആ കോയിൻ വിശ്വസിക്കുക, അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ പഠിക്കുക, അപ്പോൾ അതിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പഠിക്കുക, എപ്പോൾ പ്രോഫിറ്റ് എടുക്കണമെന്ന് പഠിക്കുക. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. നമ്മൾ ഡെയിലി കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചില കോയിൻസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ലൈക്ക് ഇത് -0 അടിച്ചിട്ട് ഫുൾ ഇൻവെസ്റ്റ് ചെയ്ത് ഫുൾ പോകാനുള്ള ചാൻസ്. ഫോർ എക്സാമ്പിൾ ട്രംപ് കോയിൻ വാസ് അറൌണ്ട് $75. രാത്രി ആരൊക്കെയോ $20-25 മേടിച്ചു. അങ്ങനെ കുറേ പേര് പ്രോഫിറ്റ് ഉണ്ടാക്കി. രാവിലെ എണീറ്റപ്പോഴേക്കും എല്ലാവരും $75 ട്രംപ് കോയിൻ കണ്ടു, എല്ലാവരും മേടിച്ചു. അത് പിന്നെ 30ലേക്ക് വന്നു. കുറെ പേര് പൈസ കളഞ്ഞു. അപ്പൊ ഏകദേശം ഇങ്ങനത്തെ കോയിൻസ് ഒക്കെ ഫണ്ടമെന്റൽസ് അല്ല, അതായത് ഒരാള് ഉണ്ടാക്കുന്ന ഇടിയുമ്പോഴല്ലേ വാങ്ങേണ്ടത്.
അങ്ങനെ സാധനം ആക്ച്വലി ഇതിന്റെ ഗ്രാഫ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു യൂസ് കേസ് വേണം. അതായത് വെറുതെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ. ഇത് ഏതെങ്കിലും സക്സസ്ഫുൾ കമ്പനിയുടെ ഒരു ടോക്കണൈസ്ഡ് ഷെയർ മാത്രമായിരിക്കണം, അല്ലാതെ ആൾക്കാരുടെ ഷെയർ മാത്രമായിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയട്ടെ, ഇപ്പൊ പബ്ജിയിലുള്ള ടോക്കൺ ഒക്കെ ഇല്ലേ, പബ്ജി അല്ലെങ്കിൽ GTA 6 കോയിൻസ് ഒക്കെ ഇതേമാതിരി കോയിൻസ് അല്ലേ നമ്മൾ അത് കോയിൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന? അതെ അതങ്ങനത്തെ കോയിൻസ് ആണ്. ഇപ്പൊ എക്സാംസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ടാപ്പിംഗ് കോയിൻ, കുറെ പേർക്ക് ടാപ്പ് ചെയ്ത് അങ്ങനെ കോയിൻ കിട്ടി. അത് കുറെ പേര് കുറച്ചെങ്കിലും ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ആ ടാപ്പ് ചെയ്ത് കിട്ടുന്ന കോയിൻ ഏകദേശം ആഫ്റ്റർ 2-3 years അത് നല്ലൊരു 110% റാലിയിലേക്ക് അത് പോയി. അപ്പോൾ ക്യാഷ് അതിലിട്ടവരൊക്കെ അല്ലെങ്കിൽ കളിച്ച് കുറെ ഉണ്ടാക്കിയവരൊക്കെ കുറെ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ഓവർനൈറ്റ് ബില്യണയർ ട്രെൻഡൊക്കെ പോയി. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫണ്ടമെന്റൽ കോയിൻ കണ്ടുപിടിക്കണം, അത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യണം. കാരണം ഇപ്പൊ XRP 2.85 ആണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ XCC ലോസൂട്ട് കേസും ഒക്കെ ഓൺ ഗോയിങ് ആയതുകൊണ്ട് പിന്നെ അതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആവും. കാരണം ട്രംപ് വന്നതുകൊണ്ട്, കാരണം ഇവരൊക്കെ XRP സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സെൻട്രലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ അവർ വിൻ ചെയ്യും. അപ്പോൾ ബിഫോർ സെപ്റ്റംബർ ദ കേസ് വിൽ ബി ഓവർ. അവർ ഏകദേശം ഒരു 1000 മിനിമം പോവാം, 10,000 വരെ പോവാം. കാരണം ബിറ്റ് കോയിൻ സബ്ജക്ട് ടു മാർക്കറ്റ് എന്താ പറയാ, റിസ്ക് നിങ്ങൾ തന്നെ എടുക്കണം. നമ്മൾ പറഞ്ഞോട്ട് പോയി വാങ്ങണ്ട. ആൾക്കാര് പറയും ഇതൊരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല എന്ന് പറയും. പക്ഷേ ഞാനും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. പക്ഷേ എൻ്റെ സ്റ്റഡീസ് നിന്ന് മനസ്സിലാക്കിയ കാര്യത്തിൽ ഇത് വിത്തിൻ ദിസ് ഇയർ ഇത് വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ ക്രിപ്റ്റോ ചിലപ്പോൾ ഐ വിൽ ലീവ്. അതാണ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. നല്ലോണം പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. നിങ്ങളതായിട്ടുള്ള റിസർച്ച് നല്ലോണം ചെയ്യണം. അതെ ഞാൻ ഇപ്പോഴും പറയുന്നത് റിസർച്ച് ചെയ്യണം. പക്ഷേ നമ്മൾ പറയുന്ന സജഷനും കൂടി ഒന്ന് പഠിച്ചു നോക്കും. ചിലപ്പോ അതിനൊന്ന് വാച്ച് ലിസ്റ്റിലിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കും. അതെ, എനിക്കും ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ പഠിച്ചൊരു എക്സൈറ്റ്മെന്റിലൊക്കെ പറയുന്ന കാര്യമാണ്. കാരണം എനിക്ക് ഇതിന്റെ ഓണേഴ്സിനെ CEOസിനെ ഒന്നും അറിയില്ല. പിന്നെ നമുക്ക് ഇതിലൊരു ബെനിഫിറ്റ് കിട്ടാനില്ല. അപ്പോൾ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങൾ അറിയുന്ന കോയിൻസിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ എന്താന്ന് പഠിക്കുക. അങ്ങനെ പഠിച്ചു പോയാൽ മതി. കാരണം ChatGPT യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ChatGPT വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ച്വലി. ChatGPT എന്തിനു യൂസ് ചെയ്യാം, ലൈഫിന് വരെ യൂസ് ചെയ്യാമല്ലോ. വെൻ ഐ വാസ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ ഞാൻ ChatGPT ചോദിച്ചു എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാം. ഞാൻ ഈ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്തു ChatGPT. ഞാൻ ഇങ്ങനെ സിറ്റുവേഷനിലാണ്, എങ്ങനെ ഓവർകം ചെയ്യാം. ChatGPT സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം പറഞ്ഞു തന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ യു വിൽ ഫിനിഷ് ദാറ്റ് ടാസ്ക്. അതങ്ങനെയാണ്. ChatGPT വെറുതെ ഒരു സംഭവമല്ല. അവരെല്ലാം അനലൈസ് ചെയ്യാണ്. ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ അനലൈസ് ചെയ്ത് ഒരു 1000 പ്രഡിക്ഷൻ ആയിരിക്കും അവർ തരുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കുക എന്നുള്ളത്. ChatGPT വളരെ സംഭവമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ ചോദിച്ചു സോനു വേർമാൻ, ക്യാപ്റ്റൻ സോനു വേർമാൻ. അപ്പോൾ സോനു വേർമാനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. വൈ ദ ഹെൽ നോട്ടിൽ ഇങ്ങനെ നമ്മളെ മറ്റേ സാധനം മറന്നുമില്ല. വൈ ദ ഹെൽ നോട്ടിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ക്യാപ്റ്റൻ സോനു വേർമാൻ. ഇങ്ങനെ എയറോബാക്സിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരാളാണ്. പൈലറ്റാണെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ChatGPT റീഡ് ചെയ്ത് പറഞ്ഞു തരികയാണ് ഇങ്ങനെ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നുള്ളത്. ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് കേട്ടോ. നമുക്ക് ആ ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്ക് ചെയ്യണ്ടേ? നമ്മൾ വിട്ടു. ഓക്കെ, നല്ലൊരു ഫോണുണ്ടോ? ഫോൺ അവിടെയാണ്. ഈജിപ്തിലെ എന്താ സോനു ബ്രേക്ക് ചെയ്ത് ന്യൂസ്? ഇത് ചെയ്തല്ലോ. ഈജിപ്തിലെ പിരമിഡിന്റെ അടിയിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ താഴേക്ക് എന്താ പറയാ, ഈജിപ്ത് ഗിസ പിരമിഡ്. Egypt's Giza pyramid mystery deepens. Radar finds underground structure twice as deep as the Eiffel Tower, stretching across 2 kilometers. 2 kilometers? 2 kilometers. ഞാൻ ChatGPT ചോദിക്കണേ. ChatGPT ചോദിച്ചോക്കെ, ഇസ് ഇറ്റ് ട്രൂ? ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇത് ചെയ്യാമല്ലോ. ഞാൻ ചോദിച്ചു റിയൽ ഈജിപ്ഷ്യൻ പിരമിഡ് ഡീപ്പസ്റ്റ് ടു ദ ഗ്രൗണ്ട് ഓഫ് 2 kilometers. So you are asking എന്താ പറയുന്നത്?
Yeah. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ കുഫു ആസ് ഡിസെൻഡിങ്. മൈക്ക് ഇതിൽ പറ. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇങ്ങനെയാണ്: ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ആസ് ഡിസെൻഡിങ് പാസേജ് ദാറ്റ് ലീഡ്സ് അണ്ടർഗ്രൗണ്ട് ചേംബർ, ബട്ട് ഇറ്റ്സ് ഓൺലി അബൌട്ട് 30 meters, about 90 feet below ground level. 2 kilometer അത് വന്നിട്ടില്ല. അല്ല, അവർ പറയുന്നുണ്ട് അണ്ടർഗ്രൗണ്ട് ചേംബർ ഉണ്ട് അബൌട്ട് 30 meters ഉണ്ട്. 30 meters അല്ല പറയുന്നതിൽ. ChatGPT ഇങ്ങനെ പറയണ. ജോറോഗൻ പറയുന്നുണ്ട്. ജോറോഗനോ? സ്ട്രക്ചർ ഡിസ്കവർഡ് അണ്ടർനീത്ത് ദ ഗ്രേറ്റ് പിരമിഡ്സ്. JRO 1 day ഇന്ന് പറഞ്ഞ ജോറോഗൻ. കേട്ടപ്പോ തന്നെ പോഡ്കാസ്റ്റ് വെച്ചിട്ടുണ്ടാവും. Sorry, I asked ChatGPT, is it real 2 kilometer? So ChatGPT said, no, there is no evidence that any Egyptian pyramid extend 2 kilometer underground. Sorry. ChatGPT completely said, no pyramid. 30 meter only. Very weird, yeah. ChatGPT എന്താ പറഞ്ഞേ? ഇല്ലാന്നോ? ChatGPT പ്രോംപ്റ്റ് ചെയ്ത് എനിക്ക് ഇതിനെ കുറിച്ച് കംപ്ലീറ്റ്ലി നോ ഐഡിയ. ബട്ട് ഇവർ പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ചേംബർ ഉണ്ട് അബൌട്ട് 30 meters, പക്ഷേ 2 kilometer അണ്ടർഗ്രൗണ്ടിനെ കുറിച്ച് ഒരു എവിഡൻസും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ കുറെ ഓൺലൈനിൽ വരുമ്പോഴേ കുറെ എക്സാജറേഷൻ ഉണ്ടാവും ചിലപ്പോ. പക്ഷെ അത് എന്താണ് നോക്കാലോ. റോഗനും പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇതായി തോന്നി 2 kilometer താഴേക്ക്. അല്ലെങ്കിൽ അതൊരു മിസ്റ്ററിയാണ്. അതിന്റെ അടിയിൽ മിസ്റ്ററിൽ വേറെ കാര്യമുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് പിരമിഡ് ഇപ്പൊ ഇവിടുത്തെ ഈജിപ്തിലെ പിരമിഡ് അല്ലേ പറഞ്ഞത്. അപ്പൊ ചൈനയിലെ പിരമിഡ് നോക്കൂ, മെക്സിക്കോയിലെ പിരമിഡ് നോക്കൂ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു നോക്കൂ. ഇറ്റ്സ് ഇൻ ദ ഗ്രേറ്റ് സർക്കിൾ, ഇറ്റ്സ് ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ. അറിയോ? അപ്പൊ ഇത് ഒരു ഹ്യൂമൻ. അത് വന്നു ChatGPT. Recent reports have highlighted a significant discovery beneath the Egypt's Giza pyramid. Utilizing advanced radar technology, researchers from Italy, Scotland have identified the extensive underground structure beneath the Khafre pyramid. These findings include 8 cylindrical wells, each extend approximately 640 meters deep, surpassing the height of the Eiffel Tower. Additionally, the structure span a horizontal distance of 6,500 feet. 6,500? Approximately 2 kilometers. That's altitude we used to fly. അപ്പോൾ ആലോചിച്ചോക്കെ. The detected feature also encompasses spiral paths, 2 substantial cube-shaped structures which are believed to serve as access point to the subterranean system. These discoveries have potentially reshaped our understanding of ancient pyramid topography. However, the findings have sparked debate within the scientific community. Some experts question the feasibility of radar technology detecting structure at such depths. For instance, Professor Lawrence. Who is that? അതായത് എന്താ പറയുന്ന അറിയോ? അതായത് ഏകദേശം 2 kilometer താഴത്തേക്ക് നീളുന്ന ഒരു വെല്ലും പിന്നെ അതിന്റെ ചുറ്റും സ്പൈറലും ഒരു ക്യൂബിലേക്ക് വരുന്ന പറയുന്നത്. എനിക്ക് അവര് ചേംബർ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷെ അത് ഇപ്പൊ ആക്ച്വലി ഹ്യൂമൻ മെയ്ഡ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോ ഓൾറെഡി പിരമിഡ് ഈ ഭൂമിന്റെ മേലേക്ക് നിൽക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭൂമിന്റെ മേലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ അത് അത്ഭുതമാണ്. കാരണം എങ്ങനെ അത് ഉണ്ടാക്കി അപ്പൊ അതിന്റെ 2 kilometer താഴേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കി എന്ന് പറയുമ്പോ അപ്പൊ എമ്മാരി ടെക്നോളജി വെച്ചിട്ട് അവർ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പൊ ഭൂമിയുടെ കീഴേക്ക് നോക്കുമ്പോഴല്ലേ, ഇപ്പം ഭൂമിയുടെ മേലേക്ക് നോക്കുമ്പോൾ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രേറ്റ് സർക്കിൾ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റ്, മൊറോക്കോ, ചൈന കണക്ട് ചെയ്യുന്നത് സെയിം സ്ട്രേറ്റ് ലൈനിലാണ്. മനസ്സിലായില്ലേ? ഒരു ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഇതിപ്പോ ഇങ്ങനെ ഒരു അലൈൻമെന്റ്സ് ചെയ്യാൻ പറ്റും. ഒറ്റടിക്ക് പറയാൻ പറ്റുന്നുള്ളതാണ്. ഒറ്റടിക്ക് പറയുന്നില്ല. ഗ്രാം ഹാൻകോക്ക് ഒക്കെ പറയുന്ന തിയറിയും ഭയങ്കര ഇതാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ എന്താണ് ഒരു ടീം നമ്മളെ മുന്നേ ജീവിച്ചിരുന്ന ടീം എന്താണ് കുറച്ചും കൂടി അവർ അഡ്വാൻസ്ഡ് ആയിരുന്നെങ്കിലോ ഒരു കലാമിറ്റി വന്നിട്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരു നാച്ചുറൽ കലാമിറ്റി വരികയാണ്. ഇവിടെ ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരികയാണ്. ഒരു ഉദാഹരണം വെക്കുക സോനു, ഇവിടെ ഫുള്ള് വെള്ളപ്പൊക്കം വരികയാണ്. വെള്ളപ്പൊക്കം വന്നിട്ട് എന്താ പറയുക ഒരു 95% പോപ്പുലേഷൻ മരിക്കുകയാണ്. ബാക്കി 5% സർവൈവ് ചെയ്യുന്നുള്ളൂ.
അപ്പോൾ 5% സർവൈവ് ചെയ്യുമ്പോൾ അവർക്ക് പിന്നെയും ഈ ഐഫോണിലേക്ക് എത്ര ടൈം എടുക്കും? കുറേ ടൈം എടുക്കൂലേ? കാരണം ടെക്നോളജി പിന്നെ ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മള് അതേമാതിരി അങ്ങനെ സഫർ ചെയ്യുന്ന ഉണ്ടായതാണ്. രാജ്യങ്ങളുണ്ടല്ലോ, വാർ കഴിഞ്ഞ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ സഫർ ചെയ്യുന്നത്. അവർക്ക് പുതിയൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയ്ക്ക് വരും, അവർ നാട് വിടേണ്ടി വരും. കാരണം പിന്നെ നമ്മൾ ബാക്കിലോട്ട് പോവല്ലേ, പിന്നെ ആ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യണ്ടേ, ആ സയന്റിസ്റ്റുകൾ അത്രയും ആൾക്കാരിലേക്ക് കൊടുത്തിട്ട്. അപ്പൊ ശരിക്കും പിരമിഡ് ഇപ്പൊ 2 കിലോമീറ്റർ താഴേക്കൊക്കെ സ്ട്രക്ചർ ഉണ്ടെന്ന് പറയുമ്പോ എന്താ ഒരു ബിൽഡ് ചെയ്തിരിക്കണേ. പക്ഷെ ഇത് ഇഗ്നൈറ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അതായത് ഇതുവരെ പറഞ്ഞിരുന്ന ഫറോസിന്റെ ചേംബർ ആണെന്നാണ്. പക്ഷെ വേറൊരു വാദം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഇതൊരു എനർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അത് കണ്ടക്ട് ചെയ്യുന്ന. അങ്ങനെ ഒരു എവിഡൻസ് ഒന്നും അതിന് കിട്ടിയില്ലല്ലോ. ആ തിയറിക്കാണ് ഇപ്പൊ ഈ 2 കിലോമീറ്റർ താഴെ ഇത് കണ്ടപ്പോ ആ തിയറിക്ക് ചാൻസ് ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ കുറച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം. കാരണം ചിലപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസ് മാർക്ക് ചെയ്ത് വെച്ച സ്ഥലങ്ങളായിരിക്കാം, നല്ലതായിരിക്കാം. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് അതങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് അങ്ങനെ ഒരു സെൻട്രിഫ്യൂഗൽ ഒരു പാറ്റേണിൽ, അതായത് ഇക്വി ഡിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ അന്ന് ഇത്രയും വലിയ പിരമിഡ്സ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് അങ്ങനത്തെ വലിയ ക്രെയിൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ല. ആ സമയത്ത് ഇത്രയും വലിയൊരു പിരമിഡ് ഉണ്ടാക്കുക, അത് ആക്സിഡന്റലി ഇല്ലാന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്താ അത്ര ഉറപ്പ് ഇല്ലാന്നുള്ളത്. അതിനുശേഷമാണല്ലോ പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത്. പിരമിഡിന് ശേഷം ഉണ്ടായ അതിനെക്കാട്ടി വലിയ സ്ട്രക്ചർ ഏതാ എനിക്ക്? ഇപ്പോൾ ഒരു 6500 BC മുന്നേ ഉണ്ടായ പിരമിഡിന് ശേഷം പിരമിഡിനെ കാട്ടി വലിയ സ്ട്രക്ചർ വന്നത് ഏതാ അറിയോ? ഐഫൽ ടവറാണ്. ഐഫൽ ടവർ അതുവരെ അത്രയും വലിയ സ്ട്രക്ചർ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു സാധനം തുറക്കുന്നുണ്ട്. പക്ഷെ അത് ഉറപ്പാണോ? അതെ, ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ കാണാനില്ല, ഫെസിലിറ്റി നമുക്ക് അന്ന് സ്റ്റോൺസ് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറെ മെറ്റീരിയൽസ് വന്നു. അപ്പോൾ പോസിബിൾ ആണ് ഇപ്പൊ കൂടുതൽ. അന്ന് കുറച്ച് ഡിഫിക്കൽട്ട്. ഇപ്പൊ നമ്മൾ ഇത്രയും ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് റോബോട്ടിക്സ് ഒക്കെ വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അറിയുമ്പോൾ ഭയങ്കര അതിശയം തോന്നുന്നില്ലേ? ഇപ്പൊ നോക്കാം, അതിന്റെ 2 കിലോമീറ്റർ താഴേക്ക് സാധനം ഉണ്ടെന്ന് പറയുമ്പോ എന്ത് എങ്ങനെ ഇപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അതുവരെ കണ്ടുപിടിച്ചില്ലേ എന്തിനാണ് എനർജി എന്നൊക്കെ പറയാം, പക്ഷെ എവിടുന്ന് എനർജി, അത് എങ്ങനെ യൂസ് ചെയ്യും? അത് തിയറിയാണ്. അത് ജസ്റ്റ് അത് ഉറപ്പിച്ച് പറയല്ല. അതായത് മുമ്പ് ഇത് പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ഫറോമാരുടെ ശവകുടീരം അടയ്ക്കാനാണ് ഇത് ഉണ്ടാക്കിയിരുന്നതെന്നല്ല. ശരിക്കും പറഞ്ഞാൽ പിന്നെ മരിച്ച ഫറോമാർ അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നതായിരിക്കുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട്. അല്ലാതെ ഇത് വേറെ സാധനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലോ അപ്പൊ നൈസല്ലേ? കാരണം അല്ലെങ്കിൽ എന്തിനാ അത്രയും വലിയ സാധനം ഉണ്ടാക്കി വെക്കുന്നത്? അതേപോലെ ഇങ്ങനെ ഒരു ബിലീഫ് ഉണ്ട്. കാരണം ഈ ഫറോവയുടെ ഒക്കെ ഒരു ഫേസ് ഒക്കെ ഇതിന്റെ പിരമിഡിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാറുണ്ട്. അപ്പൊ അതൊന്നും ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ സ്ട്രക്ചർ അല്ല. അപ്പോ അതൊരു എലിയൻ ടൈപ്പ് സ്ട്രക്ചർ ആണല്ലോ പുറത്തൊക്കെ. ചൈനയിലുള്ള ആ ഫേസ് ആണെങ്കിലും എല്ലാം എടുത്തു പോയി കഴിഞ്ഞാൽ പിരമിഡ് ഏലിയൻ എപ്പോഴും എടുക്കാനൊരു ബുദ്ധിമുട്ട് എന്താ അറിയോ? ഏലിയൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമ്മളെ ക്ലോസസ്റ്റ് ഗാലക്സിനെ നമുക്ക് 4 ലക്ഷം ലൈറ്റ് ഇയർ അവയാണ്. അപ്പോൾ 4 ലൈറ്റിന്റെ സ്പീഡിൽ യാത്ര ചെയ്താൽ തന്നെ 4 ലക്ഷം വർഷം വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒക്കെ പോസിബിലിറ്റീസ് ഉണ്ട്. അവര് ഇതിനും ബെറ്റർ ആയിട്ടുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലോ അവരുടെ ഒരു തലത്തിൽ. അതെ, ഒരു സ്പേസ് ഷട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റാ തെളിവില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഗ്രാവിറ്റീനെ അറ്റാക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കിയ അല്ലാതെ അവർക്ക് ആ സ്പേസ് പാർട്ടിക്കിൾസിൽ എന്താ റിയാക്ട് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഒരു ടെക്നോളജി കണ്ടുപിടിച്ച് ഒരു സ്പേസ് ഷിപ്പ് അവർക്കും ഉണ്ടാക്കി ഇങ്ങോട്ടും വരാലോ. അതെ, അവർക്ക് ചിലപ്പോൾ നമ്മളെ ഈ ടെക്നോളജി വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ അതാണ് അവരിപ്പോ ഇത് പറയുമ്പോ തമാശ. കാരണം ഈ ക്രോപ്പ് സർക്കിൾസ് ഒക്കെ അല്ലേ, അത് പല സ്ഥലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ പറയും ഇപ്പൊ ഇതിപ്പോ ആൾക്കാരുണ്ടാക്കിയതല്ലേ, ആൾക്കാരുണ്ടാക്കിയതല്ലേ, അങ്ങനെ ക്രോപ്പ് സർക്കിൾസ് ഉണ്ടാവാൻ വഴിയില്ലല്ലോ. കാരണം ഇതൊക്കെ ഞാൻ ക്രോപ്പ് സർക്കിൾസ് ഉണ്ടായ ഫീൽഡിൽ അടുത്തുള്ള ഫ്രണ്ട്സ്
അവരായിട്ട് ഞാൻ ഈ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരെന്താ പറയുന്നേ? അവർ നൈറ്റ് ടൈം കിടക്കുമ്പോൾ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഫീൽഡിലേക്ക് പോയപ്പോൾ കുറെ ഗ്യാപ്സ് പിന്നെ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ വന്ന് ക്യാപ്ചർ ചെയ്തപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇതൊരിക്കലും പോസിബിൾ അല്ല. ഈവൻ 10-100 പീപ്പിൾ ഒറ്റ നൈറ്റിലുണ്ടാവുന്നത്. ഈ ഒറ്റ നൈറ്റിലാണ് ക്രോപ്പ് സർക്കിൾസ്. ഒരിക്കലും ഒരു 100 man വർക്ക് ചെയ്ത് നടക്കില്ല, മനസ്സിലല്ലേ? ഇനി ഒരു വണ്ടി എടുത്ത് പോയി എല്ലാം ഇടിച്ച് തകർത്ത് ഒരു സംഭവം ആയി കഴിഞ്ഞാലും രാത്രി എല്ലാവരും അറിയും. ഈ ക്രോപ്പ് സർക്കിൾസ് ഉണ്ടാവുന്ന നൈറ്റ് ആരും അറിയാറില്ല. അപ്പൊ അതിലും എന്തോ സംഭവം ഉണ്ട്, മനസ്സിലായില്ലേ? ജർമ്മനിയിൽ ആക്ച്വലി ബ്രെമിംഗില് അവിടെ ഏകദേശം റീസെന്റ് ക്രോപ്പ് സർക്കിൾ ഉണ്ടായിട്ടുണ്ട്, ഏകദേശം വിത്തിൻ 10 years കാര്യം. അപ്പൊ സംഭവം എലിയൻസ് ചിലപ്പോ ഉണ്ടായിരിക്കും കേട്ടോ, പറയാം. ഉണ്ടാവട്ടെ, എന്താണ് തെളിവില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. തെളിവ് ഇപ്പൊ പല ഫേക്ക് തെളിവുകളും വരുന്നുണ്ടല്ലോ. ഫേക്ക് തെളിവുകൾ വരുന്നുണ്ട്. ഒറിജിനൽ എങ്ങനെ എടുക്കാൻ പറ്റുക? അതെ, ആ ഫേക്ക് തെളിവിൽ എന്തെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ വിചാരിക്കാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് സോനു എന്താ പറയാ, എന്താണ് ഫ്ലൈറ്റ്സിനെ പറ്റി തന്നെ അതിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് നമുക്ക് നിർത്താം. ഫ്ലൈറ്റ്സ് പല ഫ്ലൈറ്റ്സും വാങ്ങാൻ കിട്ടുമോ? ഏതൊക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച്? ചെറിയ ഫ്ലൈറ്റ് തൊട്ടിട്ട് ഒരു 3-4 ഫ്ലൈറ്റ്സ് എനിക്ക് പറയാൻ പറ്റും എത്ര പ്രൈസ് റേഞ്ചിൽ വരുന്നത്. ഇപ്പൊ സെസ്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഏകദേശം ഫസ്റ്റ് ചെറുതുനിന്ന് വലുതിലേക്ക് പോയാൽ നമുക്ക് സെസ്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെസ്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. CTLS കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. CTLS ഒറ്റതിലൊന്ന് പറ. അപ്പൊ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെസ്ന ഫോർ എക്സാമ്പിൾ കുറഞ്ഞ വിലക്ക് വരുന്ന ഏതാണ്? ഏകദേശം ഒരു 35 വിറ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാ ഒരു 65 കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എയർക്രാഫ്റ്റ് കിട്ടും, കംപ്ലീറ്റ്ലി മെയ്ഡ് യൂസ്ഡ്. അപ്പൊ അത് കിട്ടും. അപ്പൊ അത് CTLS പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 CR, ഈവൻ ഇഫ് യു ബാർഗെയിൻ ഒരു 90 lakhs കിട്ടും. പിന്നെ നമ്മൾ അത് കുറച്ചും കൂടി വലുതല്ല, ഞാൻ പറഞ്ഞ ഫെസിലിറ്റി ഒക്കെ ഉള്ള പെട്രോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 3 crores കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ഇന്ത്യൻ കണക്കാണ് പറയുന്നത്, 3 crores കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഡയമണ്ട് 40 ഒക്കെ എടുക്കാൻ പറ്റും. ഒരു 6 crores കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു Piper Scenic ഒക്കെ എടുക്കാൻ പറ്റും. ഒരു 2002-4 ഡയമണ്ട്. ഇത് നല്ല ഫ്ലൈറ്റ് ആണ്. ഡയമണ്ട് ആക്ച്വലി പ്രൈവറ്റ് ആണോ? ഡയമണ്ട് ആക്ച്വലി ടർബോ എഞ്ചിൻ ആണ്. അത് സിംഗിൾ എഞ്ചിൻ ആണ്. അത് ആംഗിൾ ഓഫ് ക്ലൈംബ് ഒക്കെ നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഒരു വലിയ എയർക്രാഫ്റ്റ് ഫ്ലൈ പോലെ ഫീൽ ചെയ്യും. ഒരു ലിയർ ജെറ്റ് ഒക്കെ ഫ്ലൈ പോലെ ഫീൽ ചെയ്യും. പക്ഷെ ചെറിയ കോക്പിറ്റ് ആണ്. പിന്നെ ഒരു ലിയർ ജെറ്റ് ഒക്കെ മേടിക്കുകയാണെങ്കിൽ സ്പീഡായിരിക്കും. ഒരു ആക്ച്വലി ലാസ്റ്റ് ടൈം ഞങ്ങളൊരു നെഗോസിയേഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു 60-65 crores ആക്ച്വലി ഒരു ലിയർ ജെറ്റ് മേടിക്കാൻ പറ്റുമോ? ആക്ച്വലി ഒരു 6 ആൾക്കാർക്ക് ഇരിക്കാം, ഒരു ബിസിനസ് ക്ലാസ് ആയിട്ട് ഇരിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ 10 ഒരു നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ വെച്ചിട്ട് എടുക്കാൻ പോകുന്ന ഒരു സംഭവം, അതും മേടിക്കാം. അപ്പോൾ ഇതൊന്നും ഞാൻ അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നത് എക്സ്പെൻസീവ് അല്ല. ഇനി കമന്റിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ പറയും അത് ഇതൊക്കെ. ഞാൻ പറയാം, ഇനിയിപ്പം കമന്റിൽ വരണ്ട, മെസ്സേജിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, കമ്മീഷൻ അടിക്കാമല്ലോ. അപ്പൊ അതൊന്നും വിഷയമുള്ള കാര്യം, അതൊക്കെ വേൾഡ് നടക്കുന്നുണ്ട്. നിന്റെ ഫ്ലൈറ്റിന്റെ ഒപ്പം ഇങ്ങോട്ട് ഇന്ത്യക്ക് ആൾക്കാരുടെ കൊടുക്കുമോ? എന്തായാലും കൊടുക്കും. പ്രൈസ് ഇപ്പൊ ലാസ്റ്റ് അവിടെ ഉള്ളത് 152 ആണ്. 152L. 152L ഇപ്പൊ കൊടുക്കുന്ന ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ബാർഗെയിൻ ചെയ്തൊരു 45 കിട്ടും. 45,000 ഡോളേഴ്സ്, ഏകദേശം ബിലോ 45 lakhs. അപ്പൊ എന്തായാലും വലിയ എമൗണ്ട് അല്ലല്ലോ. ഫ്ലൈ ചെയ്ത് കൊണ്ടുവരും ചെയ്യില്ല. എന്തായാലും ആ പ്രൊജക്ട് കൂടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതും കൂടി ഇൻവെസ്റ്റ് ചെയ്യാലോ ക്രിപ്റ്റോയിലേക്ക്. ഞാൻ മാക്സിമം ഇൻവെസ്റ്റിലേക്ക് എനിക്ക് അതിനോടൊരു കാര്യം പറയാനുണ്ട്. ശരിക്കും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള സാധനം, ആ സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടത്. അതെ, നമ്മൾ അൺനെസസറി ആയിട്ടുള്ള സ്പെൻഡിങ് ഒഴിവാക്കിയിട്ട് നമ്മൾ മണി ഷുഡ് വർക്ക് ഫോർ യു സം ടൈം. അതായത് നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് എവിടെ എത്തില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് പിന്നെ മെസ് ആവുന്നു. അപ്പോൾ അത് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. ഞാൻ ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്തു. അത് അപ്പോൾ പിന്നെയാണ് ഞാൻ ഇൻവെസ്റ്റിംഗ് എന്നുള്ള സംഭവത്തിലേക്ക് വന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഫണ്ടമെന്റൽ ആണ്. ഇത് ആക്ച്വലി ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചു തരേണ്ട സാധനമാണിത്. ഇത് നമ്മൾ ഒന്നിനും പ്രൊമോട്ട് ചെയ്യല്ല. കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു സ്റ്റഡി ഉണ്ടാക്കിയെടുക്കണം. റിച്ചസ്റ്റ് മാൻ ബാബിലോൺ എന്നുള്ള ബുക്ക് ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ടോന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, എപ്പോഴും പൈസ കിട്ടുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ അതിൽ 10-1 മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ഫസ്റ്റ് പൈസ കിട്ടുമല്ലോ, 10-1 മാറ്റുമ്പോൾ നമുക്ക് വരുന്ന 2 ബെനിഫിറ്റ് ഉണ്ടായില്ലേ.
ഒന്നെന്താ വെച്ചാൽ നമ്മൾ വരവിൽ കുറഞ്ഞ ചിലവിലേക്ക് നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റിയും വരും. പിന്നെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു സാധനം മാറ്റി വെക്കുന്നു എന്നുള്ള മെൻറ്റാലിറ്റിയും വരും. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുത്ത് എല്ലാ വശത്തേക്കും എത്തിക്കണം. അതൊരു 100 രൂപ കിട്ടിയാലും അതങ്ങനെ എത്തിക്കണം. പിന്നെ എപ്പോഴും ഒരു സേവിങ്സ് കരുതണം. പിന്നെ നമ്മൾ സേവിങ്സിന് പുറമേ ഉള്ളൊരു എക്സ്പെൻസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്യണം നമുക്കിനി വേറെ. അതെ, സേവിങ്സ് എന്തിനാ ഇപ്പം ചിലരൊക്കെ പറഞ്ഞിട്ട് അന്ന് കിട്ടിയത് അന്ന് തന്നെ പൊട്ടിക്കുക. സേവിങ്സ് എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ജോലിയൊക്കെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് 1-2 വർഷം ജോലിയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് നിങ്ങളെ കയ്യിലെപ്പോഴും സേവിങ്സ് ആയിട്ട്, അതാണ് സേവിങ്സ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എല്ലാം നമ്മുടെ സർവൈവ് ചെയ്യാൻ പറ്റും. വേൾഡ് വിർച്വലായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി പുറത്തുള്ള ഫിസിക്കൽ വർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. AI കണ്ടുപിടുത്തം കൂടിക്കൊണ്ടിരിക്കുകയാണ്. റോബോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ജോബ്സ് ഒക്കെ വിൽ ഫെയ്ഡ് അവേ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇനി വിർച്വലായിട്ടുള്ള അല്ലെങ്കിൽ കോഡിങ് പോലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ വിർച്വലായിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഈ പോഡ്കാസ്റ്റ് ട്രെൻഡിങ്, മാർക്കറ്റ് അങ്ങോട്ടാ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വയസ്സായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ, അതാണ് ഈ അസ്ലസ് യൂണിവേഴ്സിറ്റി പോലുള്ള സംഭവങ്ങൾ പറയുന്നത്. നമ്മൾ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ അവിടുത്തെ ബിസിനസ് കണ്ടെത്തുക. ഇപ്പോൾ ഓൺലൈനാണ് ബിസിനസ് കണ്ടെത്തുക. ഇനി ഭാവിയിൽ എവിടെ ബിസിനസ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെ അത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇൻവെസ്റ്റിംഗ് മൈൻഡ് സെറ്റ് കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഓക്കെ ആവും. കാരണം ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. നമ്മളൊരു ടൈം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, കാരണം ഇതെല്ലാം നമ്മൾ പിന്നിലായിപ്പോയി. നമുക്കൊരു ക്രിപ്റ്റോ അസറ്റ് ഇല്ല, നമ്മൾ ഈ ടെക്നോളജി ഒന്നും പഠിച്ചിട്ടില്ല, നമുക്കിതൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല. വി വിൽ ലെഫ്റ്റ് ബിഹൈൻഡ്. ഇവിടെ പിന്നെ പ്ലാറ്റ്ഫോംസും കുറവാകുന്നുണ്ട്. യൂറോപ്പിലും ദുബായ്, UAE, മിഡിൽ ഈസ്റ്റിലുള്ള മാതിരി പ്ലാറ്റ്ഫോംസ് അത്ര ഓപ്പൺ അല്ല വന്നുണ്ട്. ബാസിറക്സ് ഒക്കെ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ആക്ച്വലി ഇപ്പൊ VPNs ഒക്കെ യൂസ് ചെയ്തൊക്കെ നമുക്ക് എല്ലാം ഓപ്പൺ ആക്കാൻ തന്നെ, എല്ലാം ചെയ്യാൻ കഴിയും. എല്ലാം ഓപ്പൺ ആകാൻ കഴിയും. ആക്ച്വലി പ്ലാറ്റ്ഫോം എല്ലാം ഒന്നും ബ്ലോക്ക്ഡ് ഒന്നുമല്ല. VPNs ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ കഴിയും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് പ്രൊമോട്ട് ആവുന്നില്ല. കാരണം ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ട് ആവുന്നത്. ഇവിടെ അതിന്റെ സ്കാംസ് ആണ് കൂടുതൽ. പൈസ ഇവിടെ പേടിയാണ്. ഇതെന്താ വെച്ചാല് പുറത്ത് രാജ്യക്കാർക്ക് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസ് ഇവരിത് കാണുമ്പോൾ ഇവർ പുതിയ ബിസിനസ് ഇറക്കുകയെ, ഇവർ പുതിയ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാക്കുകയെ, ഇന്ത്യൻ ബേസ്ഡ് പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇതിൽ യൂസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറേ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരതിനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ പോവും. അപ്പൊ അതിലേക്ക് പോവാതെ നമ്മൾ എന്താണ് ഈ ടെക്നോളജി, ബിഹൈൻഡ് നിന്ന് വരണം. മേലേക്ക് പോകരുത്, നമ്മൾ അട്രാക്ഷനിലേക്ക് പോകരുത്, നമ്മൾ ബിഹൈൻഡ് നിന്ന് വരണം. അതായത് ബേസിക്സ് വരണം. അപ്പൊ എന്താണ്, എവിടുന്നാണ് ഈ സംഭവം വരുന്നത്, എന്തിനാണ് ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ്, എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്, എന്താണ് എന്ത് ഫണ്ടമെന്റൽസിലാണ് ഇത് റേറ്റ് കൂടുന്നത്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് സംഭവം. നമ്മൾ എപ്പോഴും അട്രാക്ഷനിലേക്ക് പോകും. നമ്മൾ എന്ത് സംഭവം പ്രോഫിറ്റ് നമ്മൾ സംഭവം പഠിക്കുക. കാരണം ഇതെന്തായാലും ഇത് ഉള്ളൊരു സംഭവമാണല്ലോ, ലൈഫിലുള്ളൊരു സംഭവം, അതായത് യൂണിവേഴ്സിലുള്ളൊരു സംഭവമാണ്. അപ്പൊ നമ്മളതിനെ കുറിച്ച് അറിയാതിരിക്കരുത്. അപ്പൊ അറിയാതിരിക്കാൻ വേണ്ടി പഠിക്കുക. പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അങ്ങനെ തുടങ്ങിയാണ് സംഭവം. അപ്പോൾ ഈ ക്രിപ്റ്റോനെ കുറിച്ച് സംഭവിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ക്രിപ്റ്റോനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഓരോ കോയിന്റെ പിന്നെ ഒരു യൂസ് കേസ് ഉണ്ടാവും. ആ യൂസ് കേസ് കണക്ട് ചെയ്യുന്ന ഗവൺമെന്റ്സ് ഉണ്ടാവും, കൺട്രീസ് ഉണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അതായത് ആക്ച്വലി നമ്മൾ ഈവൻ ഇഫ് യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ കമ്പ്യൂട്ടർ, യുവർ മൈൻഡ് ഇസ് ട്രാവലിംഗ് അറൌണ്ട് ദ വേൾഡ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിട്ട് നല്ലൊരു ട്രെയിനിങ് കൂടിയാണ് നിങ്ങളുടെ മൈൻഡിന്. കാരണം നിങ്ങൾ ചിന്തിക്കും, എക്സ്പാൻഡായിട്ട് ചിന്തിക്കും. അത് നല്ല സംഭവമാണ് ക്രിപ്റ്റോയിൽ. കാരണം പിന്നെ ഫിനാൻഷ്യൽ ഗെയിൻ മാത്രമല്ല, ഒരു ഇൻഫർമേഷൻ ഗെയിൻ. പഠിച്ചിട്ട് ഇറങ്ങണം, പഠിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ആരും പഠിച്ചതായിട്ട് ആരുമില്ല, പഠിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ചിലപ്പോൾ ഞാൻ പഠിച്ച ചിലപ്പോൾ ഒരു കോയിനെ കുറിച്ചായിരിക്കും, വേറെ ഫണ്ടമെന്റ്സ് അറിയുന്ന വേറെ ആൾക്കാരുണ്ടാവും. ഈ കോയിനായിരിക്കും ഇനി കൂടുതൽ ഫ്യൂച്ചർ എന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്ക് അവരുടേതായ നോളജ് ഉണ്ടാവും, എനിക്ക് എൻ്റെതായ നോളജ് ഉണ്ടാവും. അതങ്ങനെയാണ്. On that note, why the hell not? Why the hell not? Why the hell not?